ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ക്യാമറ ഓണാക്കാൻ പറ്റുന്നത് ഓണാക്കിയിരിക്കുക. സ്തോത്രത്തോടെ ജാഗരിക്കാൻ പറ്റുന്നത് സ്തോത്രത്തോടെ ജാഗരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. കാരണം ആമേൻ എന്ന് ഞാൻ പറയുന്ന വചനം ഞാൻ പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് കേട്ടൊരു വചനത്തിൻ്റെ വളരെ ആമേൻ ഹല്ലേലൂയ ആമേൻ അത് വളരെ എന്താ പറയുക അത്യാവശ്യമായതുകൊണ്ട് മാത്രം അത് പറയുന്നത്. അത് പറയുന്നതിന് മുമ്പ് ഒരു ആമേൻ ഹല്ലേലൂയ ഒരു സാക്ഷ്യം പത്തിൽ നമുക്ക് തുടങ്ങാം. ഹല്ലേലൂയ നല്ല കേട്ടൊരു സാക്ഷ്യമാണ്. വേറെ എങ്ങുമല്ല, കൊല്ലത്ത് കുണ്ട്ര ഞങ്ങളൊക്കെ താമസിക്കുന്ന അടുത്ത് സംഭവിച്ച സാക്ഷ്യം. അത് പറഞ്ഞത് ആ സാക്ഷ്യം നടന്ന സഭയിലെ പാസ്റ്റർ അല്ല, അടുത്തൊരു സഭയിലെ പാസ്റ്ററാണ് ആ സാക്ഷ്യം പറഞ്ഞത്. കാരണം അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം എങ്ങനെയാണ്, അല്ല ഒരു വീട്ടില് ഹല ഒരു 7, 8, 9 വയസ്സ് 7 വയസ്സോ 9 വയസ്സോ പറഞ്ഞ എനിക്ക് ഓർമ്മയില്ല. ഒരു കുഞ്ഞുണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു. അല്ലെ അമ്മയ്ക്ക് ഉച്ചയായപ്പോഴത്തേന് ഹാലയില് അമ്മയ്ക്കൊന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. അല്ലെ പരിശുദ്ധാൻ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ചു. റൂമിനുള്ളിൽ കയറി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് കൊച്ച് ഒരു പന്തുമൊക്കെ ആയിട്ട് വീടിന് 4 ചുറ്റും നടന്ന് കളിക്കുകയായിരുന്നു. ഹല്ലേലൂയ. പെട്ടെന്നൊരു ശബ്ദം കേട്ടു. ഹല്ലേലൂയ. ശബ്ദം കേട്ട് അമ്മ ഇറങ്ങി വന്നപ്പോൾ കൊച്ചിനെ കാണാനില്ല. അവരൊക്കെ വിളിച്ചു നോക്കാൻ കാണില്ല. അപ്പൊ കിണറ്റിനകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ ഓടിപ്പോയി കിണറ്റിലേക്ക് നോക്കിയപ്പം 13 തൊടി വെള്ളമുള്ള കിണർ. അതിനകത്ത് മഴക്കാലമാണ്. ഏകദേശം 20, 21 തൊടി. പക്ഷെ അത് 13 തൊടിയും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുക. ആ വെള്ളത്തിനടിയിലേക്ക് പോയ കുഞ്ഞൊന്ന് പൊങ്ങി വന്നു. പൊങ്ങി വന്നത് ആ സൈഡത്തെ തൊടിയിൽ കയറി പിടിച്ചു. പിടിച്ചപ്പോൾ അമ്മയെ എന്ന് വിളിച്ചു. അമ്മ മുകളോട്ട് നോക്കിയപ്പോൾ കൊച്ചിനോട് പറഞ്ഞു കൊടുത്തു, മോനെ നീ സ്തോത്രം പറ, സ്തോത്രം പറയുന്നു പറഞ്ഞു. ഈ കൊച്ച് സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ കുറെ. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോൾ അതിന്റെ അവരെ പറഞ്ഞ് വിളിച്ചു പോകാൻ തുടങ്ങി. പക്ഷെ അവിടെ അടുത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്തോത്രം പറഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ കൊച്ചിന്റെ കൈ കഴിച്ച് കൊച്ചു വെള്ളത്തിനടിയിലേക്ക് വീണ്ടും താന്നു പോയി. അവർ വീണ്ടും കടന്ന് വിളിച്ചു പോയപ്പോൾ അടുത്ത് എവിടുന്നു ഒരാൾ കടന്നു വന്നു. അയാൾ പെട്ടെന്ന് ഫയർഫോഴ്സുകാരെ വിളിച്ചു. ഫയർഫോഴ്സുകാർ എടുത്തപ്പോൾ എങ്ങനെ പോലും ഒരു അരമണിക്കൂർ കൊച്ചു വെള്ളത്തിനടിയിലാണ്. ഹല്ലേലൂയ. അവസാനം ഫയർഫോഴ്സുകാർ വന്ന് കിണറ്റിലേക്ക് നോക്കുമ്പോൾ അവർ കാണുന്നത് മണ്ണിലും ചെളിയിലും നിൽക്കുന്ന കുഞ്ഞിനെയാണ് കാണുന്നത്. ഹല്ലേലൂയ. ഫയർഫോഴ്സുകാരെല്ലാം ഇറങ്ങിയിട്ട് കുഞ്ഞിനെ എടുത്ത് പുറത്തിറക്കിയിട്ട് അവരാദ്യം കിണറ്റിനകത്ത് വെള്ളമില്ലെന്ന്. അവസാനം കുഞ്ഞിനെ പൊക്കി പുറത്ത് കൊണ്ടുവന്ന് കൊച്ചിനോട് ചോദിച്ചു, എന്താ മോനെ സംഭവിച്ചതെന്ന് ചോദിച്ചു. പറഞ്ഞു, എൻ്റെ അമ്മ പറഞ്ഞു സ്തോത്രം പറയാൻ പറഞ്ഞു. ഞാൻ സ്തോത്രം പറഞ്ഞപ്പോൾ ഈ 13 തൊടി വെള്ളം കിണറ്റിനടിയിലേക്ക് വലിഞ്ഞു പോയി. ഹല്ലേലൂയ. അപ്പൊ സ്തോത്രത്തിന് ശക്തി ഉണ്ടോ എന്നുള്ളതാണ്. നമ്മളൊരു മെസ്സേജ് കേട്ടോണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദാസൻ പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ പലപ്പോഴും അവർ പറയും സ്തോത്രത്തോട് ജാഗരിച്ചുകൊണ്ടിരിക്കും. സ്തോത്രത്തിന് എത്രത്തോളം പവർ ഉണ്ടെന്ന് പറയാം. ആ 13 തൊടി വെള്ളം കിണറ്റിനടിയിലേക്ക് അത് കര ഉണങ്ങിയതുപോലെ ആ കൊച്ചവിടെ നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവദാസൻ ഇങ്ങനെയാ പറഞ്ഞേ, നമ്മുടെ ദൈവം ചെങ്കടലിനെ പറ്റിച്ച മാത്രം ദൈവമല്ല, യോർദാനെ രണ്ടാക്കി പിരിച്ച ദൈവമല്ല. ഇന്നും പ്രാർത്ഥിക്ക് സ്തോത്രം പറയുന്നവർക്ക് വേണ്ടി 13 തുരി വെള്ളത്തെ ഭൂമിക്കടിയിലേക്ക് വലിച്ചു മാറ്റാൻ കഴിയുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അപ്പൊ ആ ദൈവത്തിന്റെ ശക്തി എത്രയാന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തെ ശരിയായ രീതി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും നമ്മൾ ഹാലലിയ മീറ്റിങ്ങിൽ ഹാല കയറുമ്പോഴും ഓരോരുത്തരും വചനം സംസാരിക്കുന്ന സമയത്ത് ഹാലലിയ അത് എത്രത്തോളം നമ്മുടെ സ്തോത്രത്തിന് ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കി തന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ നാവിന്മേൽ സ്തുതിയും സ്തോത്രവും ഉണ്ടായി ദൈവത്തെ നമ്മൾ പ്രാർത്ഥന ദൈവത്തോട് സംസാരിക്കുന്നതാണെങ്കിൽ ആരാധന നമ്മൾ നമ്മുടെ സന്തോഷം പ്രകടിപ്പിക്കുന്നതാണെങ്കിൽ വചനം നമ്മളോട് ദൈവം സംസാരിക്കുന്നതാണെങ്കിൽ പക്ഷെ സ്തോത്രം നമ്മുടെ ദൈവത്തിന് നമ്മൾ ദൈവത്തിന്റെ നാമത്തെ എപ്പോഴും സ്തുതിയും സ്തോത്രം ചെയ്യുന്ന ദൈവത്തെ ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുന്നതാണ്. അപ്പൊ നമ്മുടെ സ്തോത്രത്തിനൊക്കെ ഭയങ്കര പവറാണ് കേട്ടോ. അതുകൊണ്ട് ആരും അലക്ഷ്യമായിട്ടിരിക്കല്. നമ്മൾ വചനം സംസാരിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുമ്പോൾ അവിടെ നിന്ന് ഉറങ്ങല്ല ആരും. ഇന്നത്തെ ദിവസം ദൈവം ആരും ഉറങ്ങരുത് കേട്ടോ. ഇരുന്നിട്ട് ഹാലയില് എല്ലാവരും സ്തോത്രത്തോടു കൂടി ആയിരിക്കുക. വചനം പൂർണ്ണമായി കേൾക്കുക. ഹാലലിയ ഇത് ഞാൻ പറയാം, എനിക്ക് റെവലേഷൻ വന്നതൊന്നുമല്ല, പക്ഷേ ഇത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ഉപകാരപ്പെട്ടപ്പോൾ എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ നമുക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാം. അതിന് ആരംഭമായിട്ട് ലൂക്കോസിന്റെ പുസ്തകം 4-14 മത്തായിയുടെ സുവിശേഷം 4-14-15 വായിക്കാം. ഹല്ലേലൂയ. അൺമ്യൂട്ട് ചെയ്യണേ. മിണ്ടാതെ അവൻ അവനെ തൊട്ടു സൗഖ്യം. അല്ല, ലൂക്കോസ് 4:14, മത്തായി 4:14-15. 4:14. ഓക്കെ. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിൽ ഒക്കെയും പരന്നു. അങ്ങനെ അടുത്ത മത്തായി 4:14-15. മത്തായി 4:14-15. സെബുലൂൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന 2 പോകാം. യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക്
മടങ്ങിച്ചെന്നു. അപ്പൊ ഗലീലയിൽ നിന്ന് പോയി അതായിരുന്നു കർത്താവ്. അതുകൊണ്ട് ഗലീലയ്ക്ക് മടങ്ങിച്ചത്. എങ്ങനെ ചെന്നു? ആത്മാവിന്റെ ശക്തിയോടെ മടങ്ങിച്ചെന്നു. ഹാലേലിയ. മോനെ ആൻമോളെ AC ഇത്തിരി ഒന്ന് കൂളിംഗ് കൂട്ടുകട, നമുക്ക് ചൂടെടുക്കാൻ തുടങ്ങി ഇപ്പൊ തന്നെ. ഹാലേലൂയ. ആമേ. അപ്പൊ ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. ഹാലെ. അടുത്ത് നമ്മൾ വായിച്ച മത്തായിയുടെ സുവിശേഷത്തിനകത്ത് വായിച്ചത് നെബൂലിൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയുള്ള യോർദാൻ അക്കരെയുള്ള നാടും ജാതികളുടെ ഗലി. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിയിരിക്കുന്നവർക്ക് പ്രകാശം ഒതുക്കി. ഇവിടെ പറയുന്ന ചില ദേശങ്ങൾ: സെബൂലൻ ദേശം, നഫ്താലി ദേശം, കടൽക്കരയുള്ളത്, യോർദാൻ അക്കരെയുള്ള അടുത്ത ജാതികളുടെ ഗലീല. ഹാലേലിയ. 5 ദേശത്തെ കുറിച്ചാണ് പറയുന്നത്. ഈ സ്ഥലം ഇത്രയും ഇരുട്ടിൽ ഇരിക്കുകയായിരുന്നു. ഹാലേലൂയ. അപ്പൊ ഇരുട്ടിലിരിക്കുന്ന സ്ഥലത്തേക്കാണ് യേശുക്രിസ്തു കടന്നു ചെല്ലുന്നത്. ഹാലേലിയ. അപ്പൊ ഈ പട്ടണം എങ്ങനെയാണ് ഇരുട്ടിലായത്? എന്തുകൊണ്ടാണ് ഇരുട്ടിലായത്? എന്തുകൊണ്ടാണ് ഇരുട്ട് അവിടെ നിലനിന്നത്? ഇതാണ് നമ്മളിന്ന് ചിന്തിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലും ഹാലേലൂയ ചില സമയങ്ങളിൽ ചില ഇരുട്ടിന്റെ ശക്തിയിൽ കയറി ഹാലയിൽ ഇരിക്കാറുണ്ട്. അവകാശം പറഞ്ഞു. അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്തുകൊണ്ടാണെന്ന്. ഇവരിരുട്ടിയിരിക്കാൻ കാരണം എന്താണ്? ആരവർ ഇരുട്ടിൽ ഇരുത്തിക്കളഞ്ഞത്? ഹല്ലേലൂയ. ഈ 5 ദേശങ്ങളെ കുറിച്ച് എന്താ അവർ ഇരുന്നു പോയതെന്നുള്ളതാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇരുട്ടെന്ന് പേരെടുക്കുന്ന ഒരു ജാതി അവകാശം പറഞ്ഞ് അകത്ത് കയറി. ആ ജാതിയാണ് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ കയറിയ. ഹാലേലൂയ. കയറിയ അവർ പ്രബലപ്പെട്ട ഇസ്രായേൽ മക്കളെ ഇരുട്ടിന്റെ അടിയിലായി പോയിച്ച ആ ജാതി ആരാണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുക. കേദാര്യർ എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് കേദാർ എന്ന വാക്കിന് അർത്ഥം തന്നെ ഇരുട്ട് എന്നാണ്. ഈ കേദാരിൽ ഇടയിൽ കയറി ഇരുട്ടെന്ന് പറയുന്ന വാക്കിനർത്ഥമുള്ള ഇരുട്ട്. ഹാലേലിയ. അപ്പൊ ഇത് എങ്ങനെ ഇവർക്ക് കയറി വെച്ചത്? പഴയ ബന്ധത്തിൽ നിന്ന് കയറിയതാ. ഹാലേലിയ. പഴയ ചില ബന്ധങ്ങളൊക്കെ നമുക്ക് ബന്ധനങ്ങളായി മാറരുത്. ഹാലേലിയ. അതാണ് പറയാ പഴയ ബന്ധത്തെ. അതറിയണ ഉൽപ്പത്തി പുസ്തകം ജെനസിസ് 25:13 പോവാം. ഹാലേലൂയ. അവരുടെ പിതാവായ അബ്രഹാം വഴി വന്ന ബന്ധനമാണത്. ഹാലേലിയ. അതെങ്ങനെ ആണെന്നറിയണമെങ്കിൽ 25:13 വായിക്കാം. ജെനസിസ്. സാറയുടെ മിസ്രൈമദാസി ഹാഗാർ അബ്രാഹാമിന് പ്രസവിച്ച മകനായ ഇഷ്മായേലിന്റെ വംശപരമ്പര. അവരുടെ വംശാവലി പ്രകാരം പേരുപേരായി ഇസ്മായേലിന്റെ പുത്രന്മാരുടെ പേരുകൾ ഇവയാണ്: ഇസ്മായേലിന്റെ ആദ്യജാതൻ നബായോത്ത്, കേദാർ, അത്മയേൽ, അവിടെ ഇസ്മായിലിന്റെ ആദ്യജാതൻ നെബായോത്ത്, കേദാർ. അപ്പൊ കേദാർ എന്ന് പറയുന്നത് ഇസ്മായിലിന്റെ മക്കളാണെന്ന് വെച്ചാൽ അബ്രഹാമിന്റെ തന്നെ ദാസിലുള്ള മിസ്രയീം ദാസിയുള്ള സന്തതിയാണ്. അപ്പൊ ഇവർക്ക് എബ്രഹാം ഹാലയിലെ അവകാശങ്ങളൊന്നും കൊടുത്തില്ല, ദാനങ്ങൾ മാത്രമാണ്. നേരത്തെ നമ്മൾ അതിന് മുമ്പുള്ള വെപ്പാട്ടിമാർ കെതൂറയുടെ ഒക്കെ മക്കൾ കൊടുത്തെടുത്ത് തന്നെ എഴുതുന്നുണ്ട്. അവർക്ക് എല്ലാവർക്കും കിഴക്കേ ദേശം കൊടുത്തു. ഹാലേലൂയ. കിഴക്കുള്ള ദേശം ഇവർക്ക് ദാനമായി കൊടുത്തു. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ കിഴക്കേ ദേശക്കാർ എന്ന് വിളിക്കുന്നത്. അപ്പം ഹാലേലൂയ, അവര് കിഴക്കേ ദേശക്കാർ. അതിനകത്ത് ആ കിഴക്കേ ദേശക്കാർ ഇസ്രായേൽ മക്കൾക്ക് എങ്ങനെയാണ് ഹാലേലൂയ അവരെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അവരെ എങ്ങനെയാണ് അവരുടെ വഴികൾ അടച്ചെന്നത് നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് ഒന്ന് പോയി നോക്കി അറിയാം. 6-ാം അധ്യായം 3 തുടങ്ങി 6 വരെ ഒന്ന് വായിക്കാവോ? ജഡ്ജസ് 3 തുടങ്ങി 6 വരെ. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാര്യരും അമാലിക്കരും കിഴക്ക് ദേശക്കാരും അവരുടെ നേരെ വരും. അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കുകയില്ല. മതി. ഹാലേലൂയ. അവിടെ പറയുന്ന ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ. ഹാലേലൂയ. ചുമ്മാ ഇരിക്കുമ്പോഴല്ല, അവര് വെറുതെ ഇരിക്കുമ്പോഴൊന്നുമല്ല, വിതച്ച് അവരിങ്ങനെ എന്താ പറയാ എല്ലാം നട്ടൊക്കെ ഇരുന്ന്. ഹാലേലൂയ. അത് കൊയ്യാനൊക്കെ സമയമാകുമ്പോ ഇവര് വെട്ടിക്കിളികളെ പോലെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഇറങ്ങി വന്ന് ഇത് മൊത്തം നശിപ്പിച്ച് കളയും. ഇവര് ഫലം എടുത്തോണ്ട് പോകുന്നതായിട്ട് എഴുതിയിട്ടില്ല. നശിപ്പിച്ച് കളയും. അപ്പൊ ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ള ദൈവത്തിന്റെ ജനമായ ഇസ്രായേലിന്റെ നന്മകളെ നശിപ്പിച്ച് കളയുന്ന ഒരു ശക്തിയാണ് ഈ കേദാർ. ഹാലേലൂയ. അല്ലെങ്കിൽ ഈ കിഴക്കേ ദേശക്കാര്. ഹാലേലൂയ. അവരെ പറയുന്നത് നമ്മൾ ആദ്യം വായിക്കുന്നത് അവിടെ നേരത്തെ ഉള്ള ഇതിന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോയ മനസ്സിലായി വഴിയിൽ അവിടെ എന്താ പറയാ അവിടെയൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ ഇതായിരിക്കും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്കത് ആ ഭാഗത്തേക്ക് തിരിച്ചു വേണം. അപ്പൊ ഇവര് ഹാലേലൂയ ഇവിടേക്ക് വന്നത് നശിപ്പിച്ച് കളയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഹാലേലൂയ. അവിടെ
ആമേ. ആ ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം വിട്ടുകള എല്ലാം ഒന്ന് എടുത്തേക്കണേ. ഹല്ലേലൂയ. 25. 25 തന്നെ. ഉം. അതിന്റെ 18 ഒന്ന് വായിച്ചു ഇരുപത്തി- ദിവസത്തെ. 18. ഹവീല തുടങ്ങി അശ്ശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രൈമിന് കിഴക്കുള്ള ശൂർ വരെ അവർ പാർത്തിരുന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന 18 പറഞ്ഞ ഹവീല തുടങ്ങി അശ്ശൂരിലേക്ക് പോകുന്ന വഴിയിൽ മിസ്രൈം കിഴക്കുള്ള ശൂർ വരെ അവർ കൂടും. അവൻ തന്റെ സകല സ്നേഹിതന്മാർക്ക് എതിരെ അവര് എവിടെ പാർത്തെന്ന് ചോദിച്ചാൽ വഴിയിലാണ്. ഹവീല തുടങ്ങി. ഹവീല ദേശത്തിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം വായിച്ചാൽ നമുക്കറിയാം. അല്ല, ഞാൻ വായിക്കാതെ. ഹല്ലേലൂയ. ആമേൻ. ദൈവം തോട്ടം നനപ്പാൻ ഒരു നദി ഏതെന്ന് പുറപ്പെട്ടു. അത് അവിടെ നിന്ന് 4 ശാഖയായി പിരിഞ്ഞു. ഒന്നാമത്തിന് പീശൻ എന്ന് പറയും. അത് ഹവീല ദേശമൊക്കെയും ചുറ്റുന്നു. അവിടെ പൊന്നുണ്ട്. ആ ദേശത്തിലെ പൊന്ന് മേൽത്തരമാകുന്നു. അവിടെ ഗുൽഗുലുവും ഗോമേതമുണ്ട്. ആമേൻ. ഹാലയിൽ. അപ്പൊ ഈ ഹവീല ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും നിന്ന് പുറപ്പെട്ട നദിയുടെ ശാഖ പോകുന്ന സ്ഥലം. അവിടെ പൊന്നുണ്ട്. ആ പൊന്ന് വെച്ചാൽ മേൽത്തരമായ പൊന്നാണ്. അവിടെ ഗുൽഗുലുവും ഗോമേതവും ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ദേശം എവിടെയാണെന്നല്ലേ. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഇന്നത്തെ സൗദി ആണ്. ഹല്ലേലൂയ. അവിടെ കൂടെ അപ്പൊ അവിടെയാണ് ഹല്ലേലൂയ ഇവര് പാർക്കുന്ന സ്ഥലം. ഹവീല ദേശം തുടങ്ങി. ഇവിടെ പറഞ്ഞ ഹവീല ദേശത്ത് തുടങ്ങിയിട്ട് എന്താ പറയാ, അശൂരിലേക്ക് പോകുന്ന വഴി മിസ്രൈമിന് കിഴക്കുള്ള അശൂർ വരെ അവർ കുടിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം അവിടെ എന്ത് പ്രത്യേകതയൊക്കെ ഉണ്ട്? അവിടെ പൊന്നുണ്ട്. മേൽത്തരമായ പൊന്നുള്ളിടത്താണ് ഇവര് വന്നിട്ട് വഴിയിൽ കുടിയിരിക്കുക. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ മനസ്സിലാക്കണ്ടേ, ദൈവത്തിന്റെ പരമ വിളിയുള്ളവരുടെ ഹല്ലേലൂയ വഴിയിൽ ഹല്ലേലൂയ അവര് വന്ന് ഇതുപോലെ ഇരുട്ടിന്റെ ശക്തിയിൽ വന്ന് കുടിയിരിക്കുകയാണ്. ഹല്ലേലൂയ. കുടിയിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹല്ലേലൂയ അവിടെ അവർ ഒരു കാരണവശാലും ഈ വിളിക്കകത്തോട്ട് പോകരുത്. ഹല്ലേലൂയ. ആ വഴി തടസ്സപ്പെട്ടിരിക്കുന്ന ചിന്തിച്ചു നോക്കാം നമ്മള്. നമ്മുടെ നാട്ടിലൊക്കെ ഹല്ലേലൂയ പറയുന്ന എക്സാമ്പിൾ ഇത് തന്നെയാണ്. നാട്ടിലൊക്കെ സ്ട്രൈക്കൊക്കെ ഉണ്ട് ചില സമയത്ത്. റോഡൊക്കെ ഉപരോധിക്കുന്നതാണ് അല്ലേ. എന്നുവെച്ചാൽ റോഡിന്റെ നടുക്കുപോയി കുത്തിയിരുന്നിട്ട് റോഡിൽ കൂടെ വരുന്ന വാഹനങ്ങളൊന്നും വിടാതെ കുത്തിയിരിക്കുന്നത് കാണാം. അപ്പൊ അതിനാണ് റോഡ് ഉപരോധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ വരുന്ന ചില കാര്യങ്ങൾ ഇതുപോലെ ഈ ശക്തി ഹല്ലേലൂയ വഴിയിൽ ഹല്ലേലൂയ ഒന്ന് കുടിയിരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ചില കുടിയിരിപ്പുകൾ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഈ കുടിയിരിപ്പുകൾ നമുക്ക് ഹല്ലേലൂയ ഇത് വന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ വെല്ലുവിളി നമ്മളോട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പുറത്താക്കണേ നമ്മുടെ ഈ കൃപ പോരാ, ഈ ആരാധന പോരാ, ഈ അഭിഷേകം പോരാ ഹല്ലേലൂയ എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് ഒക്കെ നമ്മുടെ ജീവിതത്തെ ഹല്ലേലൂയ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയും. നമ്മൾ എവിടെ നിന്ന് തുഴഞ്ഞാലും, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കണക്ക് എവിടെ നിന്ന് തുഴഞ്ഞാലും വള്ളം കെട്ടിയിട്ടിട്ട് അവിടെ നിന്ന് തുഴയുന്ന കണക്ക് പോകും. നമ്മള് സ്റ്റാൻഡ് സൈക്കിളൊക്കെ വെച്ച് ചവിട്ടി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സൈക്കിള് ചവിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും. മോളോട്ടും താഴോട്ടും ഇങ്ങനെ തന്നെയൊക്കെ നമ്മൾ നിൽക്കുന്ന ഹല്ലേലൂയ. അപ്പൊ ഇത് എപ്പോഴും ഈ വാഗ്ദത്തങ്ങൾക്ക് എതിരെയാണ് ഹല്ലേലൂയ ഇത് പാർക്കുന്നത്. ഇത് പോരടിക്കുന്ന വാഗ്ദത്തങ്ങൾക്കെതിരെയാണ്. ഈ വാഗ്ദത്തങ്ങൾക്കെതിരെ പോരടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഇരുട്ടിന്റെ മേഖല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു പോകാതെ ഹല്ലേലൂയ ഇതിനെ പുറത്താക്കാതെ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ ഇതിനെ എങ്ങനെ പുറത്താക്കാമെന്ന് നമ്മൾ അറിയണം. ഇതിന്റെ വഴിയിൽ കയറി നിൽക്കുന്ന എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ നമ്മുടെ വാഗ്ദത്തങ്ങളെ അടച്ചു കളയും, നമ്മുടെ തലമുറകളെ നന്മയെ അടച്ചു കളയും, നമ്മുടെ ശുശ്രൂഷ അടച്ചു കളയും. ആ ഇരുട്ടിനോട് നമ്മൾ യേശുവിന്റെ നാമത്തിൽ പോകുക, വിട്ടു മാറാൻ തന്നെ പറയണമെങ്കിൽ നമ്മൾ ഇതുവരെ പ്രാപിച്ച ഹല്ലേലൂയ അഭിഷേകം കൊണ്ട് പറഞ്ഞു ചിലപ്പോൾ ഇത് പോകത്തില്ല. പക്ഷെ ഒന്നെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ തിരിച്ചറിയാന്നുള്ളു. ഇങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഹല്ലേലൂയ എത്രയൊക്കെ മുൻപോട്ട് പോകാൻ ശ്രമിച്ചാലും എല്ലാം ഒരു പരിധി വരെ വന്നിട്ട് അവിടെ നിന്നിട്ട് ഇത് ബ്ലോക്കായി പോകുന്ന മേഖലയുണ്ടോ? നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ട് മുൻപോട്ട് ഒന്ന് പ്രാർത്ഥിച്ച് ആരാധിച്ച് മുകളിലോട്ട് കയറണമെന്ന് വെച്ചാൽ സാധിക്കാത്ത മേഖല നമുക്കുണ്ടോ? ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കേട്ട വാഗ്ദത്തങ്ങളൊക്കെ വലിയ വാഗ്ദത്തങ്ങളാണ്. പക്ഷെ അതിനനുസരിച്ച് നമുക്ക് ഒരിക്കലും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. കേട്ട വാഗ്ദത്തങ്ങളായിട്ട് ഇന്നും ആരെങ്കിലൊക്കെ ഡയറിയിലൊക്കെ എഴുതുന്നവരാണെങ്കിൽ ഡയറിക്കകത്ത് തന്നെ ഇരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് അത് വെളിപ്പെട്ട് വരുന്നില്ല. ഹല്ലേലൂയ. അത് എന്തുകൊണ്ടാണ് വെളിപ്പെട്ട് വരാത്തത്? ഹല്ലേലൂയ. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടെ സങ്കീർത്തനങ്ങൾ 120:5 ഒന്ന് വായിക്കാവോ?
120:5. ആരെങ്കിലും ഞാൻ എടുക്കുന്നത് പെട്ടെന്ന് വായിച്ചോ. ഞാൻ മേശക്കിൽ വാസം ചെയ്യുന്നത് കൊണ്ടും ഉം. കേദാർ കൂടാരങ്ങൾ പാർക്കുന്നത് കൊണ്ടും എനിക്ക് അയ്യോ കഷ്ടം. അയ്യോ കഷ്ടം. അല്ല, കേദാർ കൂടാരങ്ങളിൽ പാർക്കുന്നത് എനിക്ക് അയ്യോ കഷ്ടം എന്നാ പറഞ്ഞേക്കുന്നത്. കാരണം എന്താ ഈ കേദാർ കൂടാരങ്ങളുടെ പ്രത്യേകത അറിയോ? കേദാർ കൂടാരങ്ങൾ പാർക്കുന്ന അയ്യോ കഷ്ടം, അതിനകത്ത് പാർക്കുന്നത് കഷ്ടമാണെന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ ഈ കേദാർ കൂടാരങ്ങൾ കുറച്ച് പ്രത്യേകതകളുണ്ട്. ഹലെ, കേദാർ കൂടാരങ്ങൾ എന്ന് വെച്ചാൽ അതിന് ഹലെ വളരെ ഈ കേദാർ എന്ന് വെച്ചാൽ ആൾക്കാരുടെ മെയിൻ പണി കൂടാരപ്പണി, പിന്നെ ആടിനെ മേയ്ക്കലൊക്കെയാണ് അവരുടെ പണി. ഹാലയില്ല. അപ്പൊ അവരുടെ കൂടാരങ്ങളിൽ കറുത്ത കളറിലായിരിക്കും അവരുടെ കൂടാരങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ ഈ മരുഭൂമിയുടെ ഉൾപ്രദേശങ്ങളിലാണ് ഇവർ കൂടുതൽ താമസിക്കുന്നത്. ഹാലയെ കാട്ടറബികൾ എന്നാണ് ശരിക്കും പറയുന്നത്. ഹാലയിലുയ. അപ്പൊ അവര് ഉണ്ടാക്കുന്ന കൂടാരങ്ങൾ കറുത്ത കളറായിരിക്കും. ഇപ്പൊ ഇരുട്ട് എന്ന് വെച്ചാൽ കറുപ്പ്, അതിന് പൊക്കമുണ്ടാകത്തില്ല. അല്ല, നമുക്ക് അല്ലെ നമ്മുടെ വീടിനകത്ത് നമ്മൾ തലയൊക്കെ നിവർന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ വീടിന്റെ ആ റൂഫിന് കുറച്ച് പൊക്കം ഉണ്ടാകണം അല്ലേ. പക്ഷെ പൊക്കം ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ എപ്പോഴും ഇതിനകത്ത് കയറി ഒന്നി കുനിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ ഇരിക്കണം, അല്ലെങ്കിൽ കിടക്കണം. അപ്പൊ ഈ കേദാർ ഇരുട്ട് കയറി നമ്മുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ അറിയുന്ന കാര്യം, നമുക്ക് നേരെ നിവർന്ന് നിൽക്കാൻ പറ്റില്ല. എപ്പോഴും നമ്മുടെ തല കുനിയിച്ച് പിടിപ്പിക്കുന്ന ഒരു സാധനം ഇത്. ഇല്ലെങ്കിൽ നമ്മൾ ഇരുത്തിക്കളി, ഇല്ലെങ്കിൽ നമ്മൾ കിടത്തിക്കളി. ഹല്ലേലൂയ. ആമേൻ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ അടുത്ത പ്രത്യേകത വെച്ചാൽ ഇവരുടെ ആ കൂടാരത്തിൽ ഇവർ ഒരിക്കലും വിളക്ക് ഹല്ലേലൂയ ആമേ കത്തിച്ച് വെക്കത്തില്ല. വലുതായിട്ട് കത്തിക്കും, പക്ഷേ അത് ആമേ എന്താ പറയാ ചെറിയ മങ്ങിയ വെളിച്ചമായിട്ട് വെക്കുക. അവർക്ക് ഈ വെളിച്ചം ഇഷ്ടമല്ല. അവരതിനെ എന്ന് വെച്ചാൽ അവർ പകൽ സമയത്തും അവര് ആമേ മുകളിലോട്ട് നോക്കുന്നില്ല, അവർ സൂര്യനെ നോക്കത്തില്ല. അവരെപ്പോഴും കുനിഞ്ഞാ നടക്കുന്നത്. അവരുടെ കൂടാരത്തിന്റെ പ്രത്യേകതയാണ് അവർ കുനിഞ്ഞ. അപ്പൊ നമ്മള് സഭയിലൊക്കെ ചെല്ലുമ്പോൾ ചില ആൾക്കാരെ നോക്കിയാൽ തുടക്കം തുടങ്ങി അവസാനം വരെ കുനിഞ്ഞിരിപ്പ, നിവരത്തില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ ആൾക്കാരുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, അവര് ഇരുട്ടിന്റെ ആൾക്കാരാണ്. അടുത്തവർക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം ഒച്ച ഇഷ്ടമല്ല, ശബ്ദം ഇഷ്ടമല്ല, അവർ ഉച്ചത്തിൽ സംസാരിക്കത്തില്ല. ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോഴൊക്കെ ഈ നമ്മളെ കുറിച്ച് നമ്മൾ പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കുക ആൾക്കാർ ചോദിക്കുക, എന്തിനാ ഇത്ര ഒച്ച, എന്തിനാ കിടന്ന് വാ വിളിച്ചത്? ഈ ചോദിക്കുന്നത് മനസ്സിലാക്കിക്കോണം, ഇതാണ് സാധനം അകത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ കുറച്ച് ഹാലയില അമ്മ അവരുടെ പ്രത്യേകത അവിടെ ഇതാണ്. അവരുടെ കേദാർ കൂടാരങ്ങളിൽ അമ്മ കറുത്തതായിരിക്കും. ആ കൂടാരം കറുത്ത കളറിലായിരിക്കും ഉണ്ടാക്കുന്നത്. അതിന് പൊക്കം ഉണ്ടാകത്തില്ല, അതിനുള്ളിൽ വേണ്ടത്ര വെളിച്ചം ഉണ്ടാകത്തില്ല, അതിനുള്ളിൽ ആമ വലിയ ശബ്ദം ഉണ്ടാകത്തില്ല. ഈ മേഖലയാണ്, ഈ ഇരുട്ടിന്റെ മേഖലയെ കേദാർ എന്ന് പറയുന്നത്. ഹാലേലിയ. അവിടെ നമുക്ക് ഹാലേലിയ അവര് വിളക്കൊരിക്കലും ആളിക്കത്ത എടുക്കല്ല. അപ്പൊ ഇതെന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ചില നേരങ്ങളിൽ കേദാർ ശക്തി, കേദാർ ഇവര് വന്നു കഴിഞ്ഞാൽ നമ്മൾ നിവരാൻ സമ്മതിക്കാതെ തലയ്ക്ക് മുകളിൽ എന്തോ കൊണ്ട് കെട്ടി മറച്ചിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും നമുക്ക്. ഹാലേലിയ. അത് നമുക്ക് നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. എപ്പോഴും തല കുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥ എന്ന് വെച്ചാൽ നിന്നയായിരിക്കും. പരിഹാസമായിരിക്കും ചിലപ്പോൾ നമ്മളെ താഴ്ത്തി കളയുന്നത്. ഹാലേലിയ. അതുപോലെ ചില വീടുകൾ നോക്കിക്കോണം, നമ്മൾ ഇരിക്കുമ്പോൾ അയ്യോ, എഴുന്നേക്കുമ്പോൾ അയ്യോ, കിടക്കുമ്പോൾ അയ്യോ, അവിടെ നിന്ന് എഴുന്നേക്കുമ്പോൾ അയ്യോ. ഈ അയ്യോ വിളി തന്നെ ആയിരിക്കും അല്ലേ. ചില ആൾക്ക് ഇരിക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞിരിക്കുന്നു അല്ലേ. എൻ്റെ മോള് ഇന്നലെ രാത്രി വന്ന് അയ്യോ ഞാൻ പറഞ്ഞു മിണ്ടായി അയ്യോ പറയരുതെന്ന് പറയുന്നത്. അപ്പൊ ഈ അയ്യോ വിളി അയ്യോ വിളികൾ എവിടെയുണ്ടെന്ന് വെച്ചാൽ അതും ഈ ഇരുട്ടിന്റെ ശക്തി നിൽക്കുന്നിടത്താണ് ഉള്ളത്. ഈ ഇരുട്ടിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഹാലേലിയ വീണ്ടും പോലെ മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. ഹാലേലിയ. ഇന്ന് ഈ ഞാൻ പറയാം, ഇന്നത്തെ മീറ്റിംഗിൽ ഹാലേലിയ ആർക്കെങ്കിലൊക്കെ അൺമ്യൂട്ട് ചെയ്ത് ആരാധിക്കണമെങ്കിലോ ഹാലയൊക്കെ ചെയ്യാൻ കേട്ടോ. അതിനകത്ത് മെസ്സേജ് ഇറക്കി, ഞാനൊരു മെസ്സേജ് നിർത്തി തന്നെ ഹാലേലിയ എന്താണെങ്കിലും ഇത് ആർക്കെങ്കിലും ഉള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ ഹാലേലിയ ഇത് എന്നോട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ട് എന്നത് അല്പസമയം ആരാധിക്കണം, അല്ലെങ്കിൽ ഹാലേലിയൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് ചെയ്യാം. ഹാലേലിയ. അവിടെ ഇവിടെ നമ്മളത് ഇന്നത്തെ പ്രഭാതത്തിൽ നിങ്ങൾ തന്നെ ഒരു തീരുമാനം എടുക്കണം. എന്റെ വീടിനുള്ളിൽ നിന്ന് ഹാലലി, എന്റെ ഈ ഭവനത്തുള്ളിൽ നിന്ന് എല്ലാ അയ്യോ വിളികൾ ഇന്നത്തോടെ കൊണ്ട് മാറണം. ഹാലലിയ. എന്നെ ഇരുത്തി കളഞ്ഞ ഇടയ്ക്ക് എന്റെ തലയ്ക്ക് മീതെ ഹാലലിയ മറ്റൊരു ഹാലലിയ മറ വെച്ചുകൊണ്ട് എന്നെ കുനിച്ചു നിർത്തി ഇത്ര നാള് എന്നെ നിവർന്നിരിക്കാൻ സമ്മതിക്കുക, എന്നെ കിടത്തിക്കളഞ്ഞ ചില മേഖലകൾ വരെയുണ്ട്. ഹാലലിയ. അതിനെ ഞാൻ ഇന്ന് രാവിലെ ഇന്ന് ഈ പ്രഭാതത്തിൽ യേശുക്രിസ്തു അധികാലം നാമത്തെ അത് പൊളിഞ്ഞു മാറട്ടെ. ഹാലലിയ. ഞാൻ ഇന്ന് തുടങ്ങി എഴുന്നേൽക്കും. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞത് നീ തല പൊക്കി
പൊക്കി നോക്കുക. ഹാലേലൂയ. അത് നിനക്ക് അവകാശമായിരിക്കും. അപ്പൊ നമ്മൾ തല പൊക്കി നോക്കാൻ സമ്മതിക്കാതെ നമ്മൾ ഉയരത്തിലേക്ക് നോക്കാൻ നമ്മളോട് ദൈവം പ്രാർത്ഥിക്കും. നമ്മൾ ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ സമ്മതിക്കാതെ കുരിച്ചു കളഞ്ഞ ചില മേഖലകളുണ്ട്. ആ മേഖലകൾ ഇന്ന് പ്രഭാതത്തിൽ പൊളിഞ്ഞു മാറണം. ഹാലേലൂയ. ജനം അതുകൊണ്ട് അത് ആത്മാവിൽ അത് കേട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ഇത് എങ്ങനെ പറ്റും? ആത്മാവിന്റെ ശക്തിയോടെ വേണം. യേശുക്കർത്ത ഗലീലേക്ക് കടന്നു പോയത് ചുമ്മാതെയല്ല, ആത്മാവിന്റെ ശക്തിയോടെയാണ് കടന്നത്. ആ ശക്തി നമ്മളിലേക്ക് വേണം. ആ ശക്തി ധരിച്ചുകൊണ്ട് ആമേൻ ജനം അത് ഏറ്റെടുക്കുക. ആമേൻ ദൈവം ഹല്ലേലൂയ. ആമേൻ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കട്ടെ. ആമേൻ ഹല്ലേലൂയ. നമ്മൾ ഇരിക്കുമ്പോൾ, നിൽക്കുമ്പോൾ, കടക്കുമ്പോൾ ഹാലേലിയ, നമ്മുടെ ജീവിതത്തിൽ എഴുന്നേൽക്കുമ്പോൾ പല സ്ഥലത്തും ചിലപ്പോഴൊക്കെ അയ്യോ വിളികൾ നമ്മുടെ ജീവിതത്തിൽ ഹാലേലിയ നിൽക്കും. നമ്മുടെ കൂടാരങ്ങളിൽ ഹാലേലിയ ദൈവത്തെ കുറിച്ച് ഘോഷിക്കുന്നിടത്ത് നമ്മൾ പലപ്പോഴും ഹാലേലിയ അതിന് സാധിക്കാതാണ്. വീണ്ടും രീതിയിൽ നമുക്ക് മുൻപോട്ട് പോകാൻ നമ്മളെ തടഞ്ഞു നിർത്തുന്ന ചില മണ്ഡലങ്ങൾ എന്നീ പ്രഭാതത്തിൽ പൊളിഞ്ഞു മാറണം. ഹല്ലേലൂയ. അത് പൊളിഞ്ഞു മാറണം എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു മാറണം. ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ അതുകൊണ്ടാണ് നമ്മുടെ ഇതിൽ സംഗീത ഈ ദുഷ്ടന്മാരുടെ കൂടാരങ്ങളിൽ പാർക്കുന്നതൊക്കെ എനിക്ക് ദൈവത്തിന്റെ ആലയത്തിന്റെ വാതിൽ കവറിനെ ഇരിക്കുന്ന നന്ന് എന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ പുതിയ നിയമസഭ നമ്മളൊരു കാര്യം, പുതിയ നിയമസഭ വാതിലിന് പുറത്തല്ല, വാതിൽ അകത്താണ്. ഹല്ലേലൂയ. അപ്പൊ വാതിൽക്ക് പോയി കാവൽക്കാരിരിക്കാനല്ല, നമ്മൾ വാതിൽ അകത്താണെങ്കിൽ നീതിമാന്മാരുടെ കൂടാരത്തിൽ അയ്യോ വിളികളല്ല ഉണ്ടാകേണ്ട. നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിന്റെ ഉല്ലാസത്തിന് ആനന്ദഘോഷം ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ കൂടാരങ്ങൾ എന്താ ഉണ്ടാകേണ്ടത് വെച്ചാൽ ജയത്തിന്റെ ഉല്ലാസത്തിന്റെയും ആനന്ദഘോഷം ഉണ്ടാകണ്ടേ. ഇത് പലപ്പോഴും പുറപ്പെടുന്നില്ല. എത്ര ഭവനത്തിൽ നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് എത്ര നാളുകളായി? ഹല്ലേലൂയ. ഇപ്പൊ ഇതിനകത്ത് 8 വർഷമായവരുണ്ട്, 10 വർഷമായവർ, 15 വർഷം, 20 വർഷം, അങ്ങനെ ജനിച്ചപ്പോഴേ ഇതിൽ ജനിച്ചവരുണ്ട്. പക്ഷെ പലർക്കും ഇന്നും ആ കൂടാരങ്ങളിൽ ജയവും ഉല്ലാസവും വെളിപ്പെടുന്നുണ്ടോ? ഇല്ല. അവിടെ നമ്മുടെ എന്താ പറയാ, പലരും ചോദിക്കുന്ന നമ്മൾ ദൈവത്തിന്റെ മക്കളല്ലേ? സകലതും നമുക്ക് വേണ്ടി അബ്രഹാമിന്റെ ക്രിസ്തുവേശ ജാതികളെ നമുക്ക് ലഭിക്കേണ്ട ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തെ അപ്പൊ അബ്രഹാമോട് എന്തൊക്കെ വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അത് നമ്മുടെ കർത്താവ് യേശു മനുഷ്യനായി പറഞ്ഞ് ഒരാൾക്കും അത് സ്വന്തമാക്കാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കുന്നവർക്ക് ഒന്ന് തെറ്റിയ സകലത്തിലും തെറ്റി. ന്യായപ്രമാണം മുഴുവൻ നിവർത്തിക്കുന്ന ഒരാൾക്ക് മാത്രമേ അത് സ്വന്തമാക്കാൻ കഴിഞ്ഞുള്ളൂ. അത് സ്വന്തമാക്കിയത് യേശു കർത്താവാണ് ഭൂമിയിലേക്ക് വന്ന്. ന്യായപ്രമാണം മുഴുവൻ നിവർത്തിച്ച് കാൽവരി ക്രൂശിൽ കർത്താവ് അത് സ്വന്തമാക്കിയ കർത്താവിന്റെ ശരീരമാണ് സഭയ്ക്ക് തന്നിരിക്കുന്നു. സഭയ്ക്ക് എങ്ങനെയാ തന്നേക്കുന്നത്? പരിശുദ്ധാത്മാവെന്നുള്ള ഏക വാഗ്ദത്തത്താൽ. നമുക്കൊരൊറ്റ വാഗ്ദത്തമേ പ്രാപിപ്പാൻ, അത് ആ പരിശുദ്ധാത്മ എന്ന വാഗ്ദത്തത്താൽ കർത്താവ് നമുക്ക് തന്നിരും. പക്ഷെ ഇന്നും അതിന്റെ ബ്യൂട്ടി അനുഭവിക്കാൻ, അത് പ്രാപിച്ചെടുക്കാൻ പലർക്കും കഴിയാറില്ല. വാഗ്ദത്തങ്ങൾ കേട്ട് വീണു എഴുന്നേറ്റും ഞെരുങ്ങിയും നമ്മുടെ വാഗ്ദത്തങ്ങളൊക്കെ ഇപ്പം തലയ്ക്ക് മീതെ നിൽക്കുന്ന വാഗ്ദത്തമൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും ഇരിക്കേണ്ട ആൾക്കാരൊന്നും അല്ല ഇരിക്കുന്നതൊക്കെ. ഹല്ലേലൂയ അല്ലേ? ഇന്നീ പ്രഭാതത്തിൽ കുത്തിയിരുന്ന് ഇവിടെ ഇങ്ങനെ ഇപ്പോഴേ പ്രാർത്ഥിച്ചിരിക്കേണ്ട ആൾക്കാരാണ് ഈ വാഗ്ദത്തങ്ങൾ, കേട്ട വാഗ്ദത്തങ്ങൾക്കനുസരിച്ച് അല്ല. പക്ഷെ ഇന്നും അതിലേക്ക് നമുക്ക് കയറാൻ കഴിയുന്നില്ല, പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണ്ടേ? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ഉപവസിക്കുന്നില്ലേ? ഉണ്ട്. നമ്മുടെ ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഇപ്പൊ 4 വർഷമാകും. ഹല്ലേലൂയ. 2020 തുടങ്ങിയ സംഭവമാണ്. അപ്പൊ ഇത് തുടങ്ങിയിട്ട് 4 വർഷം. അപ്പൊ ഈ 4 വർഷമായിട്ട് ഒറ്റ ദിവസം പോലും മുടക്കാതെ നമ്മൾ എല്ലാ ദിവസവും ഏർലി മോർണിംഗ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, വൈകുന്നേരം പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥനയൊക്കെ ഇങ്ങനെ നടന്നിട്ടും ഹല്ലേലൂയ ആർക്കും അങ്ങോട്ട് കയറി പോകാൻ പറ്റുന്നില്ല. നമ്മൾ ആത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. അപ്പം പക്ഷേ ആ പ്രാപിക്കുന്നതല്ലാതെ നമ്മൾ ഇവിടെ എന്താ പറയുക, യേശു കർത്ത എങ്ങനെ ഗലീലേക്ക് പോകണം? ആത്മാവിന്റെ ശക്തിയോടെ സഭ ആത്മാവിൽ കത്തട്ടെ ഈ ദിവസങ്ങളിൽ. ഹല്ലേലൂയ. സഭ ആത്മാവിൽ കത്തണം. യേശു കർത്താവിന്റെ ജനനം പരിശുദ്ധാത്മാവിലായിരുന്നെങ്കിൽ സഭയും പരിശുദ്ധാത്മാവിൽ ജനിക്കണം. യേശു കർത്താവ് പരിശുദ്ധാത്മ നിറഞ്ഞവനായെങ്കിൽ സഭ പരിശുദ്ധാത്മ നിറഞ്ഞവനാണ്. അവിടെ കൊണ്ട് നിൽക്കരുത്. യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടാണ് വന്നതെങ്കിൽ സഭ പരിശുദ്ധാത്മ ശക്തിയോടെ എഴുന്നേൽക്കണം ഈ ദിവസങ്ങളിൽ. ശക്തിയില്ലാതെ എങ്ങനെയാ നമുക്ക് ഹല്ലേലൂയ പുറത്താക്കാൻ പറ്റുന്നത്? ശക്തി ഇല്ലാതെ നമുക്ക് പുറത്താക്കാൻ കഴിയത്തില്ല. അപ്പൊ അതുകൊണ്ട് സഭ ശക്തിയോടെ എഴുന്നേൽക്കണം ഈ ദിവസങ്ങളിൽ. ഈ ശക്തി പോരാ. നമ്മൾ ദൈവത്തോട് പറയാം എല്ലാ ദിവസവും, കർത്താവ് എനിക്ക് ഈ ശക്തി പോരാ, ഈ അഭിഷേകം പോരാ, ഈ ആരാധന പോരാ, എന്റെ ഈ കൃപ പോരാ, എനിക്ക് ഈ വചന ധ്യാനം പോരാ. ഓരോ ദിവസം ഇത് വർദ്ധിച്ച് വരണം. ആമേൻ. സ്തോത്രം. ആമേൻ. യെശയ്യാ പ്രവാചന പുസ്തകം 42:11 വായിക്കാം സിസ്റ്ററെ. 42:11 മരുഭൂമിയും അതിലെ പട്ടണങ്ങളും കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളും ശബ്ദം ഉയർത്തട്ടെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ.
മരുഭൂമി അതിന്റെ പട്ടണം കേദാർ പാർക്കുന്ന ഗ്രാമങ്ങളിൽ ശബ്ദം ഉയർത്തട്ടെ. നമ്മുടെ ശബ്ദം ഉയരട്ടെ ഈ ദിവസങ്ങളിൽ. അല്ലെ, ശബ്ദത്തെ അവിടെ അടച്ചു കളഞ്ഞെങ്കിൽ ഹല്ലേലൂയ, അവിടെ റെസ്ട്രിക്ഷൻസ് വെച്ചെങ്കിൽ അവിടെ നമ്മൾ റെസ്ട്രിക്റ്റ് ആയിട്ട് ഇരിക്കത്തില്ല. ഞങ്ങളുടെ ശബ്ദം ഉയരുകയാണ്, കാഹളം പോലെ നമ്മുടെ ശബ്ദം ഉയർത്തുക. ഹല്ലേലൂയ. അടുത്ത യെശയ്യാ പ്രവചന പുസ്തകം തന്നെ 21:16-17 വായിക്കാം. 21:16-17. കർത്താവ് ഇപ്രകാരം എന്നോട് അരുളിച്ചെയ്തു, കൂലിക്കാരന്റെ ആണ്ടുപോലെയുള്ള ഒരാണ്ടിനകം കേദാരിന്റെ മഹത്വമെല്ലാം ക്ഷയിച്ചു പോകും. കേദാരിൽ വീരന്മാരായ വില്ലാളികളുടെ കൂട്ടത്തിൽ ശേഷിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഇസ്രായേലിന്റെ ദൈവമായ യഹോവയല്ലോ അരുളിച്ചെയ്തിരിക്കുന്നത്. ആമേൻ. അപ്പൊ ഇവിടെ പറയുന്നത് ഒരു ആണ്ടിനുള്ളിൽ എന്താ പറയാ, കേദാറിന്റെ മഹത്വമൊക്കെ ക്ഷയിച്ചു പോകും. കേദാറിലെ വീരന്മാരെ വില്ലാളിയെ കൂട്ടത്തിൽ ശേഷിക്കുന്ന ചുരുക്കമായിരിക്കും. അവരുടെ മഹത്വം ക്ഷയിച്ചു പോയിക്കുക. വർഷങ്ങളായി കെട്ടിവെച്ചിരുന്ന ഹല്ലേലൂയ, അവർ കെട്ടിപ്പൊക്കിരുന്ന മഹത്വം അത് ശോഷിച്ചു അതെല്ലാം മാറിപ്പോയി കഴിഞ്ഞാൽ ദൈവം അതെടുത്ത് മാറ്റി എന്ത് സംഭവിക്കും അറിയണം. യെശയ്യാ പ്രവചന 60-ാം അധ്യായത്തിന്റെ 6-7 ഒന്ന് വായിക്കും. 6-7. ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെ ഏഫയിലെ ചെറിയ ഒട്ടകങ്ങളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും. പൊന്നും കുന്തിരുക്കവും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. കേദാരിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടും. നെബായോത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. മതി. കേദാരിലെ ആടുകളൊക്കെയും നിന്റെ അടുക്കൽ ഒന്നിച്ചു കൂടും. ഇത്രയും നാള് ഇരുട്ടിന്റെ മേഖലയിലിട്ട് ഹല്ലേലൂയ, പാരമ്പര്യത്തിന്റെ ശക്തിയിലിട്ട് ഇത്രയും നാൾ അടക്കി ഭരിച്ച് കെട്ടിവെച്ചിരുന്ന ആടുകളൊക്കെയും നിന്റെ അടുക്കലേക്ക് ആദ്യത്തെ മകന്റെ പേരെന്താ? നെബായത്തിലെ മുട്ടാടുകളൊക്കെ വന്നിട്ട് ശുശ്രൂഷ ചെയ്യും. എപ്പോഴാണ് സംഭവിക്കുന്നത്? ആ കേദാർ നേരത്തെ പറഞ്ഞ അതിന്റെ ശക്തികളെ ദൈവം പൊട്ടിച്ചു മാറ്റുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിൽക്കുന്ന ഈ ശക്തികൾ ഹല്ലേലൂയ, തലയ്ക്ക് മുകളിൽ നിന്ന് കെട്ടിവെച്ചിരിക്കുന്നതിനെയൊക്കെ നമ്മൾ തന്നെ ഇപ്പം കർത്താവ് നമുക്ക് ഓരോ ദിവസവും വചനം വെളിപ്പെടുത്തി തരുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ, ചില പാരമ്പര്യത്തിന്റെ കെട്ടുകൾ പൊട്ടണം. അപ്പൊ ഈ കെട്ട് പൊട്ടിയാൽ 60-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം സംഭവിക്കും. കെട്ട് പൊട്ടണമെങ്കിൽ ആര് വിചാരിക്കണം? നമ്മൾ വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു ദൈവദാസന്റെ പ്രസംഗം കേട്ടപ്പോൾ ഞാനിങ്ങനെ എഴുതി, ഞാൻ അതിനകത്ത് പറഞ്ഞൊരു വേർഡിങ്സ് ഞാനിങ്ങനെ എഴുതി നമ്മുടെ സ്റ്റാറ്റസ് ഇട്ടിരുന്നത്. ഹല്ലേലൂയ. ദൈവമാണ് നമ്മുടെ സോഴ്സ്, പരിശുദ്ധാത്മാണ് നമ്മുടെ ഏജന്റ്, വചനമാണ് നമ്മുടെ ഇൻസ്ട്രുമെന്റ്. പക്ഷെ വാ തുറക്കണം ആര് തുറക്കണം? മീഡിയം നമ്മളാ. അപ്പൊ നമ്മളാണ് മീഡിയം എങ്കിൽ ഓപ്പൺ അപ്പ് യുവർ മൗത്ത്. ഹല്ലേലൂയ. നമ്മുടെ വായ് തുറക്കണം. ഹല്ലേലൂയ. നമ്മൾ പറയണം. ഹല്ലേലൂയ. അപ്പം നമ്മൾ പറഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടിന്റെ ശക്തിയിൽ കെട്ടിവെച്ച ചില കെട്ടുകൾ പൊട്ടിയാൽ മാത്രമേ നന്മകൾ നമ്മുടെ അടുക്കിലേക്ക് വരികയുള്ളൂ. നമ്മൾ സ്വാതന്ത്ര്യം പ്രാപിക്കത്തുള്ളൂ. അനേകരെ വിടുവിച്ചെടുക്കാൻ കഴിയത്തുള്ളൂ. അനേകരെ ഹല്ലേലൂയ ദൈവത്തിന്റെ ശുശ്രൂഷകരായി ഇവിടെ പറഞ്ഞ നെബായത്തിലെ മുട്ടാടുകൾ നിനക്ക് ശുശ്രൂഷ ചെയ്യും. ഹല്ലേലൂയ. ഇതിന്റെ ഉത്തരവാദിത്വം ആർക്കാന്ന് വെച്ചത് നമുക്കാണ്. ഇന്നും നമ്മൾ പറഞ്ഞിട്ട് സുവിശേഷം പറഞ്ഞിട്ട് നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ചിലതിന്റെ കെട്ട് പൊട്ടിയിട്ടില്ല ഇതുവരെ. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തന്നെ ഇപ്പൊ എന്താ കെട്ട് പൊട്ടാതെ വെച്ചേക്കും കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ വെച്ചാൽ നമ്മുടെ തല നിവർത്തരുത്. വലിയ അടുത്ത് നമ്മളിപ്പോൾ ചെന്നിട്ട് നമ്മുടെ എക്സാമ്പിൾ ഇപ്പോൾ സാറാമ്മ സിസ്റ്റർ, നമ്മുടെ ജോളി ആൻറ്റി ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പൊ പോട്ടെ എന്നെ പിന്നെ മാത്രം പറയത്തില്ല, കാരണം വെച്ചാൽ മാതാപിതാക്കൾ പറ്റും. നമ്മൾ എന്നൊരു കൊടുത്ത് സുശേഷം ഒരാളോട് കർത്താവിനെ കുറിച്ച് പറയാൻ ചെയ്യണം. അപ്പോൾ ഉടനെ തിരിച്ച് നമ്മുടെ തലയെ താഴ്ത്തുന്ന രീതി അടിച്ച് താഴ്ത്തുന്ന പറയുന്നവര് വീട്ടിൽ പറഞ്ഞ ഇരിപ്പല്ലേ, ഇത്ര നാളായിട്ട് പ്രാർത്ഥിച്ച് വിടുവിക്കപ്പെട്ടില്ലല്ലോ, ആദ്യം വീട്ടിലുള്ളവരെ വിടുവിച്ചിട്ട് വാ അല്ലേ. ചിലപ്പോൾ അത് ചില ആൾക്കാർ ഓപ്പണായിട്ട് അങ്ങനെ, ചില ആൾക്കാർ മനസ്സിലെങ്കിലും പറയും വലിയ പ്രാർത്ഥനക്കാരി പോകുന്നു. ഹല്ലേലൂയ. എന്തേ വീട്ടിലുള്ളവരൊക്കെ വരാഞ്ഞത്? ഇനി ഉണ്ടല്ലോ വരാത്തത്. മക്കൾ എന്തേ? ഹല്ലേലൂയ. ഓരോരുത്തരും നേരെ ചോദിച്ചിരുന്ന സ്വന്തം മകനെ ആദ്യമേ നേരെ കൊണ്ടുപോവാ. ഹല്ലേലൂയ. എന്നിട്ട് ഹല്ലേലൂയ മറ്റുള്ളവർ ഉപദേശിക്കുമ്പോൾ പറയാറുണ്ട്. ഹല്ലേലൂയ. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് വെച്ചാൽ നമ്മുടെ തല അവരുടെ മുമ്പിൽ നിവർന്നു നിൽക്കുന്നവർക്ക് ഇഷ്ടമല്ല. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് തല കുനിയത്തില്ലേ? എൻ്റെ വീട്ടിലൊക്കെ ഇപ്പൊ പറയുമ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞത് അത് നീ ഒന്ന് രക്ഷപ്പെടും. ഹല്ലേലൂയ.
ആമേ ഹാലെ നീ ഇതിനകത്തേട്ട് വന്നതിന് ശേഷം നിന്റെ ജീവിതം ഹാലെ പണ്ടത്തെ മൊത്തം അങ്ങനെ കഷ്ടതയാണല്ലോ, അല്ലെങ്കിൽ ഇതാണല്ലോ എന്നും ഈ ദാരിദ്ര്യവും കടഭാരം ഒക്കെ ആണല്ലോ. അപ്പൊ ആദ്യം നീ ഒന്ന് രക്ഷപ്പെട്ട് കാണിക്കും, എന്നിട്ട് വന്ന് ഉപദേശിക്കുന്നു പറയും അല്ലേ. ഇത് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് പറയാ, നമ്മൾ അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കരുത്. എന്നോട് എന്റെ മുഖത്ത് നോക്കി എന്റെ സഹോദരൻ ചോദിച്ചിട്ടുണ്ട്, മൂത്ത സഹോദരൻ, നീ ഈ ഹല്ലേലൂയ പറഞ്ഞു തന്നാൽ നിന്റെ കടഭാരം മാറുമോ എന്ന് ചോദിച്ചു. ഞാൻ പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിവിടെ. അങ്ങനെ ചോദിച്ചെടുത്ത് ഹല്ലേലൂയ പറഞ്ഞിട്ട് തന്നെ എന്റെ കടഭാരങ്ങളെല്ലാം ദൈവം 2018 ആമേൻ ദൈവം തന്നെ ഒറ്റ ദിവസം കൊണ്ട് ഹാലയില്ല അതെല്ലാം മാറ്റി തന്നു. ഹല്ലേലൂയ. ഇപ്പൊ വീണ്ടും കടമൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും ആ ചോദ്യത്തിന് മുമ്പ് ദൈവം പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. അപ്പൊ ഞാൻ ധൈര്യത്തോട് പറഞ്ഞു ഹല്ലേലൂയ പറഞ്ഞാലും കടം മാറും കേട്ടോ എന്ന്. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ചില ചോദ്യ ചിഹ്നങ്ങളാക്കി നമ്മുടെ ജീവിതത്തിൽ മാറ്റി നിർത്തിയേക്കുക. ഇത് ഇവിടെയാണ് ഇരുട്ടിന്റെ ശക്തികൾ നമുക്ക് വേണ്ടി നമ്മുടെ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ ബന്ധിച്ച് ഇങ്ങനെ അടച്ച് നമ്മുടെ തല നിവരാതെ നമ്മൾ ഉയർന്നു നിൽക്കാതെ നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ ആമേൻ ആമേ വെളിപ്പെടാൻ കഴിയാതെ വണ്ണം ആ കൂടാരത്തിന്റെ പ്രത്യേകത മറന്നു പോകരുത്. അതിൽ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നീ കുനിച്ചു നിർത്തും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ ഇരുത്തിക്കളയും, പിന്നാണെങ്കിൽ കിടത്തിക്കളയും. ഹല്ലേലൂയ. ഇതാണ് മേഖല. പലപ്പോഴും നമ്മൾ നിൽക്കുന്ന നിപ്പിൽ ചില കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്ന് പോവും, കിടന്നു പോവും. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഇവിടെ സ്തോത്രം ഇവിടെ നമ്മൾ നെബായത്തിലെ മുട്ടാട് നമുക്ക് ശുശ്രൂഷ. അപ്പൊ ഈ ശക്തികൾ വിട്ട് പൊട്ടി മാറി കേദാറിലെ ആടുകൾ നമ്മൾ അങ്ങോട്ട് തേടി പോണമെന്നല്ല, നമ്മുടെ ഈ ഇരുട്ടിന്റെ മേഖല മാറിപ്പോയി കഴിഞ്ഞാൽ ചിലതൊക്കെ നമ്മളെ തേടി വരാൻ തുടങ്ങും. അവിടെ പറയാം ആദ്യത്തെ 6-ാം അധ്യായം 6-ാം വാക്യം പറയുന്നത്, ഒട്ടകങ്ങളുടെ കൂട്ടം മിദ്യാനിലെ എഫയിലെ ചിറ്റൊട്ടകളും നിന്നെ മൂടും. ശേബയിൽ നിന്ന് അവരൊക്കെയും വരും, പൊന്നും കുന്തിരുക്കും അവർ കൊണ്ടുവന്നു യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. ഇവിടുന്നൊക്കെ പൊന്ന് കുന്തിരുക്കും ആമയ്ക്ക് ആടുകൾ ചുറ്റൊട്ടങ്ങൾ ഇതെല്ലാം നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന്. അത് കഴിഞ്ഞ് കേദാറിലെ ആടുകളൊക്കെ നിന്റെ അടുക്കിലേക്ക് വരും, നെബാത്തിലെ മുട്ടാട് ശുശ്രൂഷം. ഈ നന്മകളെല്ലാം പലപ്പോഴും ബ്ലോക്ക് ചെയ്ത് പിടിക്കുന്നത് നമുക്ക് ഇത് കടന്നു വരാനിട്ടല്ല, കടന്നു വരുന്ന വഴി വെച്ചിട്ട് ഇതിനെ മടക്കി അയക്കുക ചെയ്യുന്നത്. ഇവിടെ ഒരു സ്വഭാവമായിട്ട് പറഞ്ഞ അവര് വിതച്ചിരിക്കുമ്പോ വന്നിട്ട് ഇത് എടുത്തോണ്ട് പോകുന്നല്ലോ, അത് ഇത് മൊത്തം നശിപ്പിച്ച് കളയും. അപ്പൊ നമുക്ക് വരണ്ടുന്ന ചിലതിനെയൊക്കെ നശിപ്പിച്ച് കളയും. കാരണം അവനും വേണ്ട, എനിക്കും വേണ്ട. അവർ പാർക്കുന്ന എപ്പോഴും രസവരെങ്ങനെയാ എതിരെ പോയിട്ട് പാർക്കും. കാരണം നമ്മളെ നോക്കിക്കൊണ്ട് നമ്മുടെ എതിരെ, പക്ഷെ നമ്മളിവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് വന്നത് നിൽക്കും. അപ്പൊ അവര് സകലതും വാച്ച് ചെയ്യും. സകലവും നോക്കിക്കൊണ്ടേയിരിക്കും. നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ എന്താ പ്രവർത്തിക്കുക, അതിനെ എല്ലാം കയറി ബ്ലോക്ക് ചെയ്യാന്നുള്ള. അപ്പൊ നമ്മൾ പലപ്പോഴും വലിയ പ്ലാനിങ്ങിലൊക്കെ ആയിരിക്കും, അയ്യോ ഇത് ചെയ്ത് അങ്ങനെ ചെയ്ത് ഞാൻ ഇന്നതൊക്കെ ചെയ്ത് ഇന്നതുപോലൊക്കെ വരുമെന്നൊക്കെ. പക്ഷെ നമ്മുടെ പ്ലാനെല്ലാം തകിടം മറിക്കുന്ന കണക്ക് ഇത് മറിച്ച് കളയും. ഇതിനെല്ലാം വേരോട് പിഴുത് കളയുന്ന കണക്ക് ഇതുപോലെ. പക്ഷെ നമ്മൾ അതിനെ അത് നമ്മളെ വേരോട് പിഴുത് കളയാനല്ല, നമ്മൾ അതിനെ വേരോട് പിഴുത് കളയണം. നമ്മുടെ ജീവിതങ്ങളിൽ വന്ന് കയറിയതിനെ പുറത്താക്കണം. പുറത്താക്കാനായിട്ട് ആരും വന്ന് പുറത്താക്കുമെന്ന് വിചാരിക്കില്ല. നമ്മൾ തന്നെ മുൻകൈ എടുക്കണം, നമ്മൾ തന്നെ പുറത്താക്കണം. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു എക്സാമ്പിളാണ്, നമ്മുടെ വീടിനുള്ളിൽ പാമ്പ് കയറി കഴിഞ്ഞാൽ ആ പാമ്പ് അവിടെ ഇരിക്കട്ടെ, അല്ലെങ്കിൽ ഇഷ്ടം ഇറങ്ങി പൊക്കോളെന്ന് ആരും വിചാരിക്കാറില്ല. ഹല്ലേലൂയ. എന്താ വെച്ചാൽ നമുക്ക് തന്നെ പറ്റുമെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ പടിയും തടിയൊക്കെ എടുത്ത്, ഇല്ലെങ്കിൽ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വിളിച്ചിട്ടാണെങ്കിലും അതിനെ തല്ലി പുറത്താക്കും. ഹല്ലേലൂയ. അത് ഒരു നിമിഷം വീടിനുള്ളിൽ വെച്ചോണ്ടിരിക്കാൻ വേണ്ടി ആരും സമ്മതിക്കത്തില്ല. ഇന്ന് പാമ്പ് പിടിക്കാൻ അവരും ഇവരൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു സ്വാഭാവികം ഒരു നോർമൽ മനുഷ്യന്റെ കാര്യം ഞാൻ പറയുന്നത്, നമ്മുടെ ഭവനത്തുള്ളിൽ പാമ്പ് കയറി അതുപോലെ തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതം. ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, യേശു കർത്താവ് ആത്മാവിലാ ജനിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നമ്മൾ ആത്മാവിൽ ജനിക്കണം. ഹല്ലേലൂയ. യേശു കർത്താവ് ആത്മാവിലാ വളർന്നത്. നമ്മൾ ആത്മാവിൽ വളരണം. യേശു കർത്താവ് ആത്മാവ് നിറഞ്ഞ് നമ്മൾ ആത്മാവിൽ നിറയണം. യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിപ്പെട്ടു. അത് നമ്മൾ അപ്പൊ യേശു കർത്താവ് ആത്മാവിൽ ജനിച്ചത്, സഭ ആത്മാവിൽ ജനിക്കണം. യേശു ആത്മാവ് നിറഞ്ഞ സഭ ആത്മാവ് നിറഞ്ഞ, യേശു ആത്മാവിന്റെ ശക്തിയിലായി സഭ ആത്മാവിന്റെ ശക്തി. അടുത്ത ഇരുട്ടിയിരിക്കുന്ന ജനത്തെ പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് യേശു കർത്താവ് ലൂക്കോസിന്റെ നമ്മൾ ഇതിനകത്ത് ഒരു കാര്യം പറയാം. നമ്മളെല്ലാരും പറയും നമ്മൾ ആത്മാവിൽ നിറഞ്ഞ് ആത്മാഭിഷേകം പ്രാപിച്ചു നമ്മൾ ശക്തരാണെന്ന് വിചാരിക്കും. ലൂക്കോസിന്റെ പുസ്തകം തന്നെ 1:34 വായിച്ചേ. 34 തുടങ്ങി വായിച്ചു. സാറാ മ്യൂട്ടാണേ.
മറിയ ദൂതനോട്, ഉം. ഞാൻ പുരുഷനെ അറിയായികയാൽ ഇത് എങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവത്തിൽ നിന്ന് വിളിക്കപ്പെടും. ആമേൻ. ഹല്ലേലൂയ. മറിയയോട് ദൂതൻ വന്ന് പറയും, ഈ കഥയൊക്കെ നമുക്കറിയാം. മറിയം ദൂതനോട് ചോദിക്കുന്ന ഒരു ചോദ്യ, ഒരു പുരുഷനറിയാം ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പറഞ്ഞു. അതിന് ദൂതൻ, പരിശുദ്ധാത്മ നിന്റെ മേൽ വരും. പരിശുദ്ധാത്മ നമ്മുടെ എല്ലാവരുടെ മേൽ വന്നല്ലേ, വന്നിട്ടില്ലേ? പരിശുദ്ധാത്മ നമ്മുടെ മേൽ വന്ന മറിയയ്ക്കൊന്നും സംഭവിച്ചില്ല. മറിയയ്ക്ക് അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. അപ്പൊ അത്യുന്നതന്റെ ശക്തി നിഴലിട്ടപ്പോഴാണ് അതിനുള്ളിൽ പ്രജ ഉത്ഭവിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളൊക്കെ ആത്മാവിൽ നിറഞ്ഞവരാ. നമ്മളെപ്പോഴും നമുക്ക് അന്യഭാഷയുണ്ട്, ആത്മാവ് നിറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആരാധിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ആത്മാവ് നിറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല, ശക്തി, ആത്മാവിന്റെ ശക്തി വേണം. അതുകൊണ്ട് യേശു കർത്താവ് അല്ലെ ആ പ്രാവ് എന്ന പോലെ പരിശുദ്ധ ഇറങ്ങി എന്ന ആത്മാവ് നിറഞ്ഞവനായി, 4-ാം വാക്യത്തിൽ 4-ാം അധ്യായത്തിൽ അങ്ങനെ തന്നെ അറിയാം. ആത്മാവ് നിറഞ്ഞവനായി, പരിശുദ്ധാത്മാവ് നിറഞ്ഞവൻ, 1-ാം വാക്യം 4-ന്റെ 1. യേശു പരിശുദ്ധാത്മ നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. 14-ാം വാക്യം പറയുന്ന യേശു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി വന്നു. ഹല്ലേലൂയ. അപ്പൊ നമ്മളെല്ലാം ആത്മാവ് നിറഞ്ഞവരായിരിക്കുകയാണ്, പക്ഷെ നമ്മൾ ശക്തിപ്പെട്ടിട്ടില്ല. ഈ ശക്തി വരുമ്പോഴാണ്, ഈ ശക്തിയാണ് ഹല്ലേലൂയ നമുക്ക് ചിലതിനെ ജയിക്കാൻ കഴിയത്ത്, ഈ ശക്തിയോടെ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം, ഈ അഭിഷേകം നമ്മൾ പ്രാപിച്ചെടുത്താൽ പോരാ. ഹല്ലേലൂയ. അത് ദൈവശക്തിയാണ്. ദൈവശക്തി എങ്ങനെയാ? ലൂക്കോസിന്റെ പുസ്തകം 5-3 എന്ന് വായിക്കാം. ആ പടകുകളിൽ ശിമോനുള്ളതായ ഒന്നിൽ അവൻ കയറി കരയിൽ നിന്ന് അല്പം നീക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അങ്ങനെ അവൻ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട്, ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവീൻ എന്ന് പറഞ്ഞു. അതിന് ശിമോൻ, നാഥ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് ഉത്തരം നമുക്ക് പറഞ്ഞു. എല്ലാവർക്കും അറിയാവുന്നത്. അപ്പൊ യേശു കർത്താവ് ശീമോനുള്ളത് പടകിൽ കയറിയിട്ട്, ആദ്യമേ പടകിൽ കയറിയിട്ട് പടക് നിറച്ചെന്നല്ല പറഞ്ഞേക്കുന്നത്. ആ പടകിൽ കയറിയിട്ട് ഉപദേശത്തിന് വചനം കൊടുത്തു. അപ്പം ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് നമ്മൾ പറയുന്നത് വചനം ദൈവശക്തിയാണ്. നമുക്കത് വിശ്വസിക്കുന്നവർക്കത്, ക്രൂശിന്റെ വചനം രക്ഷിക്കപ്പെടുന്നവർക്കത് ദൈവശക്തിയാണ്. അപ്പൊ നമുക്ക് ഈ ശക്തി നമ്മൾ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനം, ക്രൂശിന്റെ വചനമാണ് നമ്മുടെ ജീവിതത്തെ ദൈവശക്തിയായിട്ട് വ്യാപരിക്കുന്നത്. അപ്പൊ ആ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ വന്നാലേ അത് നിറവ് വെളിപ്പെടുത്തുള്ളൂ. ഹാലേലിയ. യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് പറയുന്നല്ലേ, നിറവാണ്. യേശു എല്ലാം നിറയ്ക്കുന്ന നിറവാണ്. ഞാൻ പാട്ട് അത് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ഹാലേലിയ. അപ്പൊ ആ നിറവ് എങ്ങനെയാ വെച്ചാൽ, അത് നിറഞ്ഞീടും കവിഞ്ഞീടും ഒഴുകിടും. അതെന്താ? കൃപമേൽ കൃപയായിട്ട്. അത് കൃപ. അപ്പൊ ആ യേശു എന്ന് പറയുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ വന്നാലേ നിറവ്. അപ്പൊ ആ വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക്. അപ്പൊ ക്രൂശിന്റെ വചനം അവൻ നശിച്ചു പോകുന്നവർക്ക് അത് പോഷത്വമാണെങ്കിൽ, രക്ഷിക്കപ്പെടുന്നവർക്ക് അത് ദൈവശക്തിയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിലൊക്കെ ആ വചനത്തിന്റെ ശക്തി അത് നമ്മൾ വരുമ്പോഴാണ് നമുക്ക് ശക്തി പ്രാപിക്കാൻ കഴിയുന്നത്. അപ്പൊ പലപ്പോഴും പല ആൾക്കാർക്കും പറ്റുന്ന കാര്യം ഞാൻ പറയാം, അവർക്ക് അന്യഭാഷ ഉണ്ടാവും, അവര് ആത്മാവിൽ പ്രാർത്ഥിക്കും, ഹല്ലേലൂയ പോവും. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ അവര് ഉപയോഗിക്കാത്തൊരു കാര്യം വചനം. ഞാൻ എപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ എല്ലാവരോടും ഞാൻ എപ്പോഴും പറഞ്ഞത്, എല്ലാ ദിവസവും നമ്മൾ വചനം വായിക്കുകയല്ല, വചനം മെഡിറ്റേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ ഒക്കെ പല ദേവദാസും ഈ ദിവസങ്ങളിൽ റിപ്പീറ്റ് ശുശ്രൂഷ കേട്ടില്ല. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ ഹല്ലേലൂയ അഗസ്ത്യ താഴ്വരയിൽ ഹല്ലേലൂയ പ്രവാചകൻ പറഞ്ഞത്, ദൈവം പറഞ്ഞത് കേട്ട്, ദൈവം കൊടുത്ത വചനമാണ് വിളിച്ചു പറഞ്ഞത്. പ്രവാചകനോട് ഇങ്ങനെ പ്രവചിക്കുക, നീ ഇങ്ങനെ പറയുക. ഈ പറഞ്ഞത് കേട്ട് അതുപോലെ പറഞ്ഞപ്പോഴാണ് അസ്ഥിയോട് വന്ന് ചേർന്നത്. അതിന് ത്വക്ക് വന്ന് മാംസം വന്ന് ഞരമ്പ് വന്ന്. പക്ഷെ വീണ്ടും അതിന് ജീവനില്ലാതെ എപ്പോഴും വീണ്ടും നമ്മുടെ യഹോവയായ ദൈവം എന്താ യെഹെസ്കേലിനോട് പറയുന്ന നീ പറ, 4 ദിക്കുന്ന കാറ്റ് വന്ന് ഊതാൻ പറ. ഇത് ദൈവം പറയുന്നത് കേട്ട് യെഹെസ്കേൽ റിപ്പീറ്റ് ചെയ്തത്. അതിനെയാണ് അവിടെ പ്രവചനം എന്ന് പറഞ്ഞേക്കുക. അല്ലെങ്കിൽ അത് പറഞ്ഞപ്പോഴാണ് ദൈവശക്തി വന്നത്. അപ്പൊ നമ്മളോട് പരിശുദ്ധാത്മ ഇടപെടുന്ന വചനങ്ങൾ, പരിശുദ്ധാത്മ നമ്മളോട് സംസാരിക്കുമ്പോൾ ആ വചനം അത് നമ്മൾ ആത്മാവിന്റെ ശക്തിയോടുകൂടി ഡിക്ലെയർ ചെയ്യണം. ആത്മാവിൽ നമ്മൾ അത് പറയുമ്പോഴാണ് അതിനകത്താണ് ശക്തി വെളിപ്പെടുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിനകത്ത് കൃത്യമായിട്ട് വചനത്തിലാണ് ജീവനുള്ളത്. ഈ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചം.
ഈ വെളിച്ചം വ്യാപരിച്ച മാത്രമേ ഇരുട്ട് മാറത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഞാൻ പറയാം, ഇന്ന് ഈ വചനം പറഞ്ഞുകൊണ്ട് ഈ വചനം യഥാർത്ഥമായിട്ട് ഹല്ലേലൂയ അതിന്റെ ആ ഒരു ഇത് മനസ്സിലാക്കിയിട്ട് ഹല്ലേലൂയ ഇത് മനസ്സിലാക്കി ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ പറയും, ഇന്ന് ഇരുട്ടിന്റെ ശക്തികൾ മാറും. കാരണം വെച്ചാൽ ഈ വചനം ജീവനാണത്. അത് മനുഷ്യരുടെ വെളിച്ചമാണത്. ഈ വെളിച്ചം വന്ന ഇരുട്ടിനോട് മാറാൻ പറയണ്ട, ഇരുട്ട് മാറിപ്പോകും തന്നെ. നമ്മൾ ലൈറ്റ് ഇവിടെ ഒന്ന് സ്വിച്ച് ഇട്ടിട്ട് നമ്മൾ പറയാം റൂമിലിരിക്കുന്ന ഇരുട്ട് എപ്പോന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സ്വിച്ച് ഇട്ട് ലൈറ്റ് ഓൺ ആയ ഇരുട്ട് പോയിരിക്കും. ഹല്ലേലൂയ. ഇരുട്ടിന് അപ്പൊ ഇതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇരുട്ടിന്റെ മേഖലകളെ നമ്മൾ ദൈവശക്തിയോടുകൂടി ഇത് പുറത്താക്കി തന്നെ വേണം. ഹല്ലേലൂയ. അതിന് നമ്മുടെ അത് ചെയ്തില്ലെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശു മരണത്തെ ജയിച്ചു. മരണത്തെ അവന് പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുമ്പോഴും ആ മരണം എന്ന് പറയുന്നത് ഇരുട്ടാണ്. ഇരുട്ടിന്റെ ശക്തികൾക്ക് അവനെ പിടിച്ചു വെക്കാൻ അസാധ്യമായിരുന്നെങ്കിൽ നമ്മളെയും പിടിച്ചു വെക്കാൻ അസാധ്യം തന്നെയാണ്. ആമേൻ. യേശു കർത്താവിന്റെ മേലുള്ള അതേ പരിശുദ്ധാത്മാവ് തന്നെയാണ് നമ്മുടെ മേലുള്ളത്. അതേ പുനരുദ്ധാരത്തിന്റെ ശക്തിയാണ് നമ്മളിൽ വ്യാപരിക്കുന്നത്. ഹല്ലേലൂയ. ആ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ നമ്മുടെ ആരാധനയെ, നമ്മുടെ ശുശ്രൂഷയെ, നമ്മുടെ വാഗ്ദത്തങ്ങളെ, നമ്മുടെ നന്മകളെയൊക്കെ പിടിച്ചു വെച്ചിരിക്കുന്നത് പലപ്പോഴും. ഇത് പിടിച്ചു വെക്കാനുള്ള ഈ പകൽ, ഇന്ന് ഈ പ്രഭാതത്ത് നമ്മൾ തീരുമാനം എടുക്കണം. ഇരുട്ടിന്റെ ശക്തികൾക്ക് ഇനി എന്നെ പിടിച്ചു വെക്കാൻ കഴിയത്തില്ല. ഇരുട്ടിന്റെ മേഖലകൾക്ക് ഞാൻ കീഴടങ്ങി കൊടുക്കത്തില്ല. കാരണം എന്റെ ജീവിതത്തെ ഇതുവരെ പിടിച്ചു വെച്ചത് മതി, ഇതുവരെ തടഞ്ഞത് മതി, എന്റെ വഴികളെ ഇതുവരെ അടച്ചത് മതി. ഇനി അടയ്ക്കാനായിട്ട് ഇനി എന്റെ മുമ്പ് നിൽക്കാനായിട്ട് ഞാൻ സമ്മതിക്കത്തില്ല എന്ന് നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ തീരുമാനത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ദൈവമക്കളുടെ ഒരു പ്രശ്നം കൂടെ ഞാൻ പറഞ്ഞുതരാം. വചനം കേൾക്കുമ്പോ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കും, ആമേൻ പറയും, ചാടിത്തുള്ളും. പക്ഷെ അത് കഴിഞ്ഞിട്ട് അവിടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോയി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കാറ്റ് ബലൂൺ പോലെ. അങ്ങനെ ആകരുത് നമ്മൾ. ഈ വചനം നമ്മുടെ ഉള്ളിൽ കിടക്കണം. എന്താണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി സംഭവിച്ചത് നമ്മൾ അറിയണം. ഇതിനെ നമ്മളെപ്പോഴും പറയും, രോഗം വന്നാൽ അതിന്റെ റൂട്ട് കോസ് അറിഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എളുപ്പമായിരിക്കും. അതറിയാൻ വേണ്ടി ഡോക്ടേഴ്സ് ഒത്തിരി ഡയഗ്നൈസ് ചെയ്യുന്നതൊക്കെ. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ് ഇരുട്ട് നിന്നാൽ എവിടെയാണ് നമ്മൾ ഇരുന്ന് പോയി, എവിടെയാണ് നമ്മൾ ഇരുത്തി കളഞ്ഞ് തിരിച്ചറിഞ്ഞ് നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റും അല്ലേ? ഇത് അറിയാത്തിടത്തോളം കാലം എന്ത് ചെയ്യും? ഹല്ലേലൂയ. അറിയാത്തിടത്തോളം കാലം നമുക്ക് പുറത്തു വരാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ആത്മാവിന്റെ ശക്തിയോട് എഴുന്നേൽക്കണം. ഹല്ലേലൂയ. ഇന്നത്തെ ദിവസം ഈ പ്രഭാതത്തിൽ നമ്മൾ ഓരോരുത്തരും ആത്മാവ് നിറഞ്ഞവരല്ല, ആത്മാവിന്റെ ശക്തിയോടുകൂടി ഈ ശക്തി. അപ്പൊ ദൈവത്തോട് തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിച്ചാൽ ദൈവത്തോട് ചോദിച്ചാൽ അളവ് കൂടാതെ നമുക്ക് തരുമെന്ന് പറഞ്ഞ കാര്യം പരിശുദ്ധ. അവിടെ തന്നെ നമ്മൾ വായിക്കുന്ന ആ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടം. ഹല്ലേലൂയ. അവിടെ കർത്താവ് യേശുക്രിസ്തു പറയുമ്പം, ദോഷികളായ നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കും. അവിടെ പറഞ്ഞ ഉദാഹരണം എങ്ങനെയാണ്? ഹല്ലേലൂയ. മകൻ അപ്പം ചോദിച്ച കല്ല് കൊടുക്കുവോ? മുട്ട ചോദിച്ച പാമ്പിനെ കൊടുക്കുവോ? ഹല്ലേലൂയ. ഈ പറയുന്ന അപ്പൊ മകൻ അപ്പം ചോദിച്ച നമ്മൾ അപ്പം കൊടുക്കും. സ്വർഗസ്ഥനായ പിതാവിനോട് നമ്മൾ അപ്പം ചോദിച്ചാൽ സ്വർഗസ്ഥനായ പിതാവൊക്കെ തരുന്ന പരിശുദ്ധാത്മാവട്ടോ. കാരണം നമ്മുടെ സകല വാഗ്ദത്തങ്ങളും നമുക്ക് പുതിയ നിയമം ഇസ്രായേലിൽ ഒരൊറ്റ വാഗ്ദത്തമേ ഉള്ളൂ. അബ്രഹാമിന് 2000+ വാഗ്ദത്തം കൊടുത്തെങ്കിൽ പുതിയ നിയമം ഇസ്രായേലിൽ നമുക്ക് ഒരൊറ്റ വാഗ്ദത്തമേ ഉള്ളൂ. ആ വാഗ്ദത്തം പിതാവിനോട് കേട്ട വാഗ്ദത്തം നിങ്ങൾ പ്രാപിക്കാൻ വേണ്ടി കാത്തിരിക്കണമെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ട് വാഗ്ദത്തം പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമുക്ക് ആകെ ഉള്ള ഒരേ ഒരു വാഗ്ദത്തമായ പരിശുദ്ധാത്മാവിലൂടെ വേണം നമുക്ക് എന്ത് വേണമെങ്കിലും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടേ പറയാം, ദൈവത്തോട് മക്കളെ ഇവിടുത്തെ നമ്മളോട് മക്കൾ അപ്പം ചോദിച്ചാൽ നമ്മൾ അപ്പം കൊടുക്കും. സ്വർഗസ്ഥനായ പിതാവോട് നിങ്ങൾ ഇന്ന് പ്രാർത്ഥിച്ചു നോക്കി എന്താ തരുന്നത്? പരിശുദ്ധാത്മാവിനെ തരും. ഈ പരിശുദ്ധാത്മ ശക്തിയാൽ നമുക്കുള്ളതെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് തരുമെന്നല്ല, സകലം നമുക്ക് തന്നിരിക്കുന്നു. ഇനി തരാനൊന്നുമില്ല. നമ്മൾ കർത്താവെ തരണേ തരണേ തരണേ. കർത്താവ് എന്റെ പൊന്നു കുഞ്ഞാൻ നിനക്ക് വേണ്ടുന്ന എല്ലാം ഞാൻ തന്നു കഴിഞ്ഞു ഓൾറെഡി. നിനക്ക് ഓരോ സമയത്തേക്കും ഈ ഭൂമി വന്ന് ജനിച്ചപ്പോൾ മുതൽ മരിക്കും വരെയുള്ള സകല നന്മകളും ഞാൻ നിനക്ക് നൽകി തന്നു കഴിഞ്ഞു. പക്ഷെ അത് തക്ക സമയത്ത് പ്രാപിച്ചെടുക്കുന്ന നമ്മുടെ ഉത്തരവാദിത്വമാണ്. അവിടെയാണ് ശത്രു നമുക്കിത് ഈ വെളിപ്പാട് നമുക്കില്ലാത്തതുകൊണ്ട് ശത്രു പലപ്പോഴും ഇത് പ്രാപിക്കാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല. പരിശുദ്ധാത്മ ശക്തിയാൽ ഹല്ലേലൂയ. ചില ദൈവദാസന്മാർ പറയുന്ന ദൂത് കേട്ടില്ലേ, മോനെ നിന്റെ മേലുള്ള ആത്മാവിനെ നീ ജ്വലിപ്പിക്കുക. ഹല്ലേലൂയ. നിന്റെ മുമ്പ് വഴികൾ ഓപ്പണായി വരും. എങ്ങനെ ഓപ്പണായി വരുന്നത്? ആത്മാവിന്റെ ശക്തിയിൽ നമ്മൾ നമ്മുടെ മേൽ പകർന്ന ആത്മശക്തിയെ നമ്മൾ വർദ്ധിപ്പിക്കുക. ആ ശക്തി നമ്മൾ ധരിക്കുമ്പോൾ നമ്മുടെ മുമ്പ് പിശാചിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവൻ അടച്ച് തന്നെ ഒന്ന് തുറക്കും. അവൻ എടുത്തുകൊണ്ട് പോയി തിരിച്ചു കൊണ്ടുവരും.
ഹാലേലിയ. കവർന്നു കൊണ്ടുപോയത്, മോഷ്ടിച്ചത്, അറുക്കാൻ. അപ്പൊ പിശാച് മോഷ്ടിക്കാനും അറുപ്പാനും മുടിക്കാനും അവൻ കടന്നു വരുന്നു. ഹാലേലിയ. കർത്താവ് യേശുക്രിസ്തു ജീവൻ തരാൻ സമൃദ്ധിയായി തരാനും വന്നേക്കുന്നത്. അപ്പൊ പിശാച് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കയറാൻ മോഷ്ടിക്കും, അറുക്കും, മുടിക്കും. ഇത് കൊണ്ടുപോകാനൊക്കെ തിരിച്ചു പിടിക്കണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. നീ ആത്മശക്തിയാക്കാൻ ആ കമാൻഡ് കൊണ്ടുപോയതൊക്കെ കൂടെ കൊണ്ടുപോകണം, തിരിച്ചു കൊണ്ടുവന്ന് വെക്കും കാൽച്ചുവട്ടില്. പക്ഷെ ഇതിനെ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കത്തില്ല എപ്പോഴും. ഹല്ലേലൂയ. ഇതാണ് തിരിച്ചറിഞ്ഞ് ഇന്ന് ഈ പ്രഭാതത്തിൽ ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയും, ഇന്ന് കഴിയുന്നവരൊക്കെ ക്യാമറ ഓണാക്കി ഇരിക്കാൻ പറഞ്ഞതിനെ കാര്യം എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട് അല്ലെങ്കിൽ ഞാൻ പറയാം, ഞാൻ എൻ്റെ മുഖം കണ്ട് തന്നെ എന്നും സുഖം. കാരണം ആകപ്പാട് ഇവിടെ സാറമ്മ സിസ്റ്റർ മാത്രമേ ഉള്ളൂ ക്യാമറ, ബാക്കി എല്ലാവരും തിരശ്ശീലയ്ക്ക് പുറകിൽ മറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ വചനം പറയും എനിക്ക് തോന്നി നിങ്ങളുടെ കണ്ണിലൊക്കെ നോക്കി നിങ്ങളുടെയൊക്കെ മുഖം കണ്ട് എനിക്ക് വചനം പറയും. കാരണം ഇവിടെ ഇരിക്കുന്ന പലരും ഇങ്ങനെയുള്ള അവസ്ഥ ഇരിക്കുന്നിട്ട് എനിക്കറിയാം. ഹാലലൂയ. എത്ര ശ്രമിച്ചാലും ഹാലലൂയ ഒരു പരിധി വിട്ട് മുൻപോട്ട് പോകാൻ കഴിയത്തില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ ചെന്ന് തല ഉയർത്തി നിൽക്കാൻ കഴിയാത്ത നിന്ന വഹിച്ചുകൊണ്ട് ഹാലലൂയ അപമാനം വഹിച്ചുകൊണ്ട് ഹാലയ ശരിയായ രീതിയിലൊന്നും ഞാൻ ദൈവത്തിന്റെ മകളാണ് എന്ന് പറയാൻ പോലും ദൈവത്തിന്റെ മകൾ നമ്മുടെ ഇവിടെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഹാലില്ല ചോദിക്കുന്ന ചോദ്യമുണ്ട്, ദൈവം യഹോവ നിന്നോട് കൂടെ. ദൈവം യഹോവ കൂടെയുണ്ട്, പിന്നെ ഞങ്ങൾക്ക് എന്താ ഇത് സംഭവിക്കുന്നത്? ഗിദെയോൻ ചോദിച്ച ചോദ്യമാണ്. അപ്പൊ ഇന്ന് പലപ്പോഴും നമ്മുടെയൊക്കെ ഉള്ളിൽ റിപ്പീറ്റ്, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്, എന്റെ മോളൊക്കെ അമ്മ എന്താ നമുക്ക് ഇങ്ങനെ വരുന്നത്, അല്ലെ അതെന്തുകൊണ്ടാണ്? അല്ലെ ഇതെന്താ വെച്ചാൽ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം, ദൈവം എന്താ ഞങ്ങൾക്ക് ഇങ്ങനെ? എന്താ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാതെ? എന്താ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഉപവസിക്കുന്നില്ലേ, നമ്മൾ ദൈവത്തെ യഥാർത്ഥമായിട്ട് സേവിക്കുന്നില്ലേ, ഇതെല്ലാം ചെയ്തിട്ട് എന്താ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാത്തത്? നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന മേലെ. പക്ഷെ ഇതിന്റെ പിന്നിൽ വ്യാപരിക്കുന്ന ഈ അന്ധകാര ശക്തി നമ്മൾ തിരിച്ചറിയണം. ഇരുട്ടിന്റെ മേഖലകളെ തിരിച്ചറിയണം. ഈ ഇരുട്ടിന്റെ മേഖലകൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ അതിനെ പുറത്താക്കുന്നത്. അപ്പൊ ഈ കേദാർ എന്നുള്ള ഈ ഇരുട്ട് ഇത് എപ്പോഴും ഇസ്രായേൽ മക്കളുടെ ഇടയിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നൂഴ്ന്ന് കയറുക ചെയ്യുന്നത്. അവർ വിളിച്ചു കയറ്റുമൊന്നുമല്ല, അവർ ബന്ധമൊക്കെ പറഞ്ഞ് ചെന്ന് ഇടയ്ക്ക് കയറുക ചെയ്യുന്നത്. യോശുവയുടെ കാലത്ത് ഈ ദേശത്തു നിന്ന് യോശുവ വാളുകൊണ്ട് ഇതിനെ ഒഴിവാക്കുന്നത്. പക്ഷെ യോശുവയുടെ കാലശേഷം കഴിഞ്ഞ് വീണ്ടും വരികയെന്ന് കയറി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പിശാചിനെ കുറിച്ച് നമ്മൾ ഇരുട്ടിന്റെ ശക്തി പിശാജ് നമ്മൾ ഇൻവിറ്റേഷൻ ലെറ്റർ കൊടുത്തിട്ടൊന്നുമല്ല നമ്മുടെ ജീവിതത്തിൽ ഒന്ന് കയറുന്നത്. ഏതെങ്കിലും ചെറിയ ഗ്യാപ്പ് കിട്ടിയ, ഏതെങ്കിലും ഒരു അവസരം കിട്ടി അവൻ ഞൂഴ്ന്ന് കയറും. ഹാലേലിയ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് നൂഴ്ന്ന് കയറും. ഹാലേലിയ. അപ്പം ആ മേഖലകളെ നമുക്ക് പുറത്താക്കാനായിട്ട് നമ്മൾ ഒന്നത്തെ കാര്യം ഇവൻ കയറിയ നമ്മൾ തിരിച്ചറിയുന്ന ചിലപ്പം ഹാലേലിയ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദേവദാസൻ പറഞ്ഞ കാര്യം, ഈ ഭൂതങ്ങളുടെ മേലൊക്കെ ശക്തിയുള്ള ഭൂതങ്ങളൊക്കെ പുറത്താക്കി, ഇന്നലെ അത് പറഞ്ഞോ എന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഭൂതങ്ങളെയൊക്കെ പുറത്താക്കുന്ന ഒരു ആ ഭൂതശാന്തി ചെയ്യുന്ന ദേവദാസൻ പറഞ്ഞതാ, ചില ദുരാത്മാക്കൾ ഇരിക്കുന്ന ആൾക്കാരെ ഇത് പുറത്തു പോകാൻ പറയുമ്പോൾ ഇതൊരു കള്ളച്ചിരി ചിരിക്കും വരും ഈ ദേവദാസൻ. അപ്പൊ ഒരു ദിവസം ദേവദാസൻ ചോദിച്ചു, എന്താ നിങ്ങളിങ്ങനെ ചിരിച്ചേ, നീ എന്താ ഇത് ചിരിച്ചെന്ന്? ഞാൻ പറയും, നീ എന്നെ പുറത്താക്കേണ്ട ഒരു കുഴപ്പമില്ല. കാരണം ഞാൻ കൊണ്ടുവന്ന ടാർഗറ്റ് മൊത്തം ഇവിടെ ഞാൻ അത് നടപ്പാക്കി കഴിഞ്ഞു. ആ ഭിത്തി തൂങ്ങിയിരിക്കുന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതെന്റെ ടാർഗറ്റാണ്. ആ കട്ടിലെ കിടക്കുന്നുണ്ടല്ലോ, അതെന്റെ ടാർഗറ്റ്. അതായത് ഇരിക്കുന്നതാണ്, ഇതെന്റെ ടാർഗറ്റ് ആയിരുന്നു. ഹാലെ ഇങ്ങനെ സകല ടാർഗറ്റും അവനോട് പൂർത്തിയാക്കി കഴിഞ്ഞപ്പോഴാണ് ഇവര് തിരിച്ചറിഞ്ഞത് ഇങ്ങനൊരു മേഖലയാണ് നമ്മുടെ ജീവിതത്തെ. അപ്പോഴാണ് ദേവദാസനെ വിളിക്കുന്നത്. അപ്പൊ ദേവദാസൻ വന്ന് പിശാച് പിശാചി ചിരിച്ചുകൊണ്ടൊരു സന്തോഷത്തോട് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ കൊണ്ടുവന്ന ടാർഗറ്റ് മൊത്തം അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇങ്ങനെ ആകിയിട്ട് കാര്യമില്ല. നമ്മുടെ ജീവിതത്തിൽ പിശാചൊരു പദ്ധതി മനസ്സിൽ വെക്കുമ്പം, അവൻ പ്ലാൻ ചെയ്യുമ്പം നമ്മൾ തിരിച്ചറിയണം. അതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം, അതിനെ നമ്മൾ വെട്ടണം എന്ന് പറയുന്നതാണ്. ഹാലേലിയ. ഇത് അങ്ങനെയാണ് നമ്മുടെ ഈ പ്രാർത്ഥന ഗ്രൂപ്പ്. ഞാൻ ദൈവം തന്നൊക്കെ വലിയൊരു കൃപ. നമ്മൾ ഈ രാവിലത്തെ പ്രാർത്ഥന മിക്കവാറും അന്യഭാഷ പ്രാവശ്യണ്ടിരിക്കുന്ന സമയത്ത് പലരുടെയും ജീവിതത്തിൽ പിശാച് വെക്കുന്ന പ്ലാനുകൾ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ഈ പ്ലാനുകളെ നമ്മൾ പ്രാർത്ഥിച്ച് ജയിക്കും. ഹാലേലുയ. പക്ഷെ ഇതൊക്കെ ചെറിയ രീതിയിലൊക്കെ വരും. എന്നാൽ പോലും അത് അവൻ വെച്ച പദ്ധതി നമ്മൾ തകർക്കും. കാരണം പക്ഷെ അതെപ്പം വെളിപ്പെടുമെന്ന് വെച്ചാൽ നമ്മൾ ആത്മാവിൽ ജാഗരിച്ചാൽ മാത്രമേ ഇത് വെളിപ്പെടത്തുള്ളൂ. ഹാലേലുയ. നമ്മൾ അതുകൊണ്ട് പറയുന്ന പട്ടാളക്കാര് യുദ്ധമുഖത്ത് ജാഗരിക്കുന്ന പോലെ നമ്മുടെ പ്രാർത്ഥന വെറുതെ ജൽപ്പനങ്ങളായി മാറില്ല. നമ്മൾ ആത്മാവിൽ ജാഗരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ജാഗരിച്ചുകൊണ്ടിരിക്കും. ദൈവം വെളിപ്പെടുത്തും, ശത്രു ഇന്നതാണ് വെച്ച് ഇതാ ഇവിടെയുണ്ട്. അപ്പൊ എന്താണ്? പോരാടണം അതിന് വേണ്ടിയിട്ട്. ഹാലേലുയ. അപ്പം ജാഗരിച്ച് അത് വെളിപ്പെട്ട് നമ്മൾ പോരാടി പ്രാർത്ഥിച്ച് അവന്റെ ബലത്തെ നമ്മൾ തകർത്ത് കളയാം. അത് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഹാലേലുയ. രോഗം വന്നിട്ട് കൊണ്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം കാര്യമില്ല. രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലുള്ള അപ്പൊ രോഗം വരാതെ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
ആമേൻ സ്തോത്രം. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കയറിയിരിക്കുന്ന ഈ അന്ധകാര മണ്ഡലത്തെ ഇന്നത്തെ ഈ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് അതിന്മേൽ ജയമെടുക്കാൻ പോവാ. ഇനി എന്റെ വീടിനുള്ളിൽ ഞാൻ ഇനി കുനിഞ്ഞ് നടക്കേണ്ടവളല്ല, ഞാൻ ഇരുന്ന് പോകേണ്ടവളല്ല, ഞാൻ കിടന്നു പോകേണ്ടവളല്ല, ഞാൻ തല നിവർത്തിപ്പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കണം. അത് നമ്മുടെ തല ഉയർത്തി നടക്കണം ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തല കുനിച്ചു പോകേണ്ടവരല്ല, തല ഉയർത്തിപ്പിടിക്കാനുള്ളവരെ. ആ തല ഉയരാൻ കഴിയാതെ തന്നെ താഴ്ത്തിക്കളഞ്ഞ ചില മേഖലകളെ ഇന്ന് ഒരുമിച്ച് നമ്മൾ അതിന്റെ മേൽ ചെയ്യമെടുക്കാൻ പോകാം. നമ്മൾ ആത്മശക്തിയോടുകൂടി അതിനോട് കൽപ്പിക്കാൻ പോകണം. നമ്മുടെ ഭവനം വിട്ട്, നമ്മുടെ ജീവിതം വിട്ട്, നമ്മുടെ തലമുറകളെ വിട്ട്, നമ്മുടെ ശുശ്രൂഷയെ വിട്ട്, നമ്മുടെ നന്മകളെ വിട്ട് അതിന്മേലെല്ലാം ബ്ലോക്ക് ചെയ്ത് വഴി അടച്ചിരിക്കുന്നതിനെല്ലാം ഇന്നത്തെ പ്രഭാതത്തിൽ നമ്മൾ ഒരുമിച്ച് അതിനെ പുറത്താക്കുമ്പോൾ വേണ്ടിയിട്ട് എല്ലാവരും ആത്മശക്തിയോടുകൂടി പ്രാർത്ഥിക്കണം. ഇന്നത്തെ ദിവസം ഒരു തീരുമാനം നമ്മൾ ഉണ്ടാകണം. ഇതിനെ ഇനി എന്റെ ജീവിതത്തിൽ നിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല, ഇനി ഇതെന്റെ ജീവിതത്തിൽ നിൽക്കാൻ സമ്മതിക്കത്തില്ല. ഇതായിരിക്കും നമ്മുടെ തീരുമാനം. ഇതെന്റെ ജീവിതത്തിൽ ഇനി നിൽക്കാൻ ഞാൻ അനുവദിക്കത്തില്ല എന്ന് അതിനെ പുറത്താക്കുക. ഇതിനായിട്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ ശക്തിയോടെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾ എല്ലാവരും ഇന്ന് ആത്മശക്തിയാൽ തന്നെ പ്രാർത്ഥിച്ച് ജയമെടുക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ്